Good morning, Miss. Morning. Good morning, ma'am. തുടങ്ങാം നമുക്കെന്താ? എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. Good morning, Miss. ഗുഡ് മോർണിംഗ്. തുടങ്ങാം. അപ്പം കഴിഞ്ഞ ദിവസം എടുത്ത ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് വായിച്ചൊക്കെ നോക്കിയോ? ഓക്കെ, വായിച്ചിട്ടുണ്ടല്ലേ? ക്ലിയർ അല്ലേ? ഇത്രയും ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് ക്ലാസ്സിൽ തുടങ്ങാം. ഓൾ മ്യൂട്ട് ചെയ്യാനേ. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് പ്രിവെന്റീവ് മെഷേഴ്സിനെ പറ്റിയിട്ടാണ് അല്ലെ. നോസോകോമിയൽ ഇൻഫെക്ഷനെ എങ്ങനെയൊക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം. അപ്പൊ അതിനായിട്ട് നമ്മൾ 8 പോയിന്റുകളാണ് അതിൽ പഠിച്ചത് അല്ലെ. 8 പോയിന്റുകൾ ഓർമ്മയുണ്ടോ? ഇതൊക്കെയായിരുന്നു 8 പോയിന്റുകൾ. ഫസ്റ്റ് വൺ സാനിറ്റേഷൻ അല്ലെ, ശുചിത്വം പാലിക്കാനുള്ളതാണ് അല്ലെ, സാനിറ്റേഷൻ. രണ്ടാമത്തെ എന്തായിരുന്നു? സ്റ്റെറിലൈസേഷൻ. മൂന്നാമത്തേത് ഐസൊലേഷൻ അല്ലെ. പിന്നെ നാലാമത്തെ എന്തായിരുന്നു? ഹാൻഡ് വാഷിംഗ് അല്ലെ, ഹാൻഡ് വാഷിംഗ്. പിന്നെ നമ്മൾ അഞ്ചാമത്തെ എന്താ പറഞ്ഞത്? യൂസ് ഓഫ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് അല്ലെ, PPE അല്ലെ. നമ്മുടെ എന്താണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ധരിക്കുക. പിന്നെ നമ്മൾ അഡീഷണൽ പ്രിക്കോഷൻസ് എന്ന് പറഞ്ഞ് പഠിച്ചിരുന്നു അല്ലെ. അതായത് ഇതിനുപരി നമ്മൾ കരുതേണ്ട ചില എന്താ പറയാ സുരക്ഷാ മുൻകരുതലുകൾ. അതിൽ തന്നെ നമ്മൾ ഡ്രോപ്ലെറ്റ് പ്രിക്കോഷൻസ്, എയർ ബ്രോൺ പ്രിക്കോഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞത് യൂസ് ഓഫ് ആന്റി മൈക്രോബിയൽ സർഫസസ് ആണ് അല്ലെ. അതായത് ഈ പറയുന്ന രോഗാണുക്കളെ വഹിക്കാൻ സാധ്യതയുള്ള പ്രതലങ്ങള്, സർഫസുകള്, അതിന് നമ്മൾ എന്ത് ചെയ്യാം? ഡിസ്ഇൻഫെക്റ്റ് ചെയ്ത് സൂക്ഷിക്കുക അല്ലെ. അതൊരു പ്രിവെന്റീവ് മെഷർ ആണ്. പിന്നെ നമ്മൾ എട്ടാമത് പറഞ്ഞ പോയിന്റ് ഒരു കമ്മിറ്റിയെ പറ്റിയ പറഞ്ഞത് അല്ലെ. എന്തായിരുന്നു ആ കമ്മിറ്റി? ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി അല്ലെ. കമ്മിറ്റിയെ പറ്റിയാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് അല്ലെ. ഈ കമ്മിറ്റിയുടെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ പറഞ്ഞേ? ഒരു ഹോസ്പിറ്റലിനകത്തുള്ള ഒട്ടുമിക്ക ഹെൽത്ത് പ്രൊഫഷണൽസും ഈ ഒരു കമ്മിറ്റിയുടെ അംഗങ്ങളായിരിക്കും ആണല്ലോ. പിന്നെ അത് പഠിക്കുമ്പോൾ നിങ്ങൾ അതിന്റെ ചെയർപേഴ്സൺ ആരാണ്, സെക്രട്ടറി ആരാണെന്നുള്ളത് എടുത്ത് പഠിക്കണം കേട്ടോ. നമ്മളിപ്പോ ഫാർമസി പറഞ്ഞപ്പോ ഡ്രഗ്സ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയെ പറ്റി പഠിച്ചില്ലേ? അതിന്റെ ചെയർപേഴ്സൺ സെക്രട്ടറി പഠിച്ചില്ലേ? അതുപോലെ തന്നെ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുടെ ബാക്കി പഠിക്കുന്നതല്ല ഞാൻ പറഞ്ഞത്, ഇത് ഫോക്കസ് ചെയ്ത് പഠിക്കണം കേട്ടോ. ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരിക്കും കേട്ടോ. പിന്നെ സെക്രട്ടറി എന്ന് പറയുന്ന ആരായിരിക്കും? സീനിയർ മൈക്രോബയോളജിസ്റ്റ് ആയിരിക്കും. അത് എടുത്തു ചോദിക്കാം കേട്ടോ. പിന്നെ അത് കൂടാതെ നമുക്കറിയാം എല്ലാ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകളുടെ ഹെഡുകള് അതിലംഗങ്ങളായിരിക്കും, സപ്പോർട്ടീവ് സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും അല്ലെ. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും, ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സ് ഉണ്ടായിരിക്കും, ഇൻഫെക്ഷൻ കൺട്രോൾ ഓഫീസറും ഉണ്ടായിരിക്കും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു ഹോസ്പിറ്റലിലെ എല്ലാ വിധത്തിലുള്ള സ്റ്റാഫുകൾ, എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലെ സ്റ്റാഫുകളും ഈ പറയുന്ന കമ്മിറ്റിയുടെ അംഗങ്ങളായിരിക്കും. ഓക്കെ, ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് കേട്ടോ. ഓക്കെ, നമുക്ക് അവസാന ഭാഗത്തോട്ട് പോകാം. നെക്സ്റ്റ് നമുക്ക് ഇനി പഠിക്കാനുള്ളത് റോൾ ഓഫ് ദ ഇൻഫെക്ഷൻ കൺട്രോൾ ടീം ആണ് കേട്ടോ. നമ്മൾ ഈ പറഞ്ഞ ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിന്റെ റോൾ എന്താണ്, എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ് അവർക്ക് എസ് എ ഇൻഫെക്ഷൻ കൺട്രോൾ ടീം എന്നുള്ള രീതിയിൽ എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാണ് അവർക്കുള്ളത് കേട്ടോ. അതിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, എല്ലാവരും എടുത്തു വെച്ചില്ലേ? ടെക്സ്റ്റ് ബുക്ക് ഒക്കെ എടുത്തു വെച്ചില്ലേ എല്ലാവരും? ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കാം കേട്ടോ, പോയിന്റുകൾ ശ്രദ്ധിക്കാം. ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാം ഈസ് ലയബിൾ ഫോർ, ഒന്നാമത്തെ പോയിന്റ് ഇതാണ് കേട്ടോ. ടു ഓവർസീ, ഓവർസീ കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞു കോമ ഇടണം കേട്ടോ അവിടെ. ടു ഓവർസീ, കോർഡിനേറ്റ് all infection control activities to ensure an effective program. എന്താണ് പറയുന്നത്? To oversee, coordinate all infection control activities to ensure an effective program. അതായത് നമ്മുടെ ഹോസ്പിറ്റലില് ഒരു ഇഫക്റ്റീവ് പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യും. എന്തിനുള്ള ഇഫക്റ്റീവ് പ്രോഗ്രാം ആണ്? ആ ഒരു ഹോസ്പിറ്റലിലെ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ പ്രോഗ്രാമുകൾ ഡെവലപ്പ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഫെക്ഷൻ കൺട്രോൾ ആക്ടിവിറ്റികളും കൃത്യമായിട്ട് എന്ത് ചെയ്യാം? നിരീക്ഷിക്കുക. അതുപോലെ തന്നെ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യുക. ചുരുക്കി പറഞ്ഞാൽ എന്താണ്? ടു ഓവർസീ, കോർഡിനേറ്റ് ഓൾ ഇൻഫെക്ഷൻ കൺട്രോൾ ആക്ടിവിറ്റീസ് ഇൻ എ ഹോസ്പിറ്റൽ. ഓക്കെ, ഒരു ഹോസ്പിറ്റലിൽ ഈ പറയുന്ന ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളും
നല്ല രീതിയിൽ മേൽനോട്ടം വഹിക്കുക, നല്ല രീതിയിൽ അതിനെ കോർഡിനേറ്റ് ചെയ്യുക. എല്ലാ ഇൻഫെക്ഷൻ കൺട്രോൾ ആക്ടിവിറ്റികളെ നല്ല രീതിയിൽ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവുക. അത് ഈ പറയുന്ന ടീമിന്റെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, ഓർഗനൈസ് ആൻ എപ്പിഡെമോളജിക്കൽ മോണിറ്ററിംഗ് പ്രോഗ്രാം ഫോർ ദ നോസോകോമിയൽ ഇൻഫെക്ഷൻസ്. ഇതാണ് ഓർഗനൈസ് ആൻ എപ്പിഡെമോളജിക്കൽ മോണിറ്ററിംഗ് പ്രോഗ്രാം ഫോർ ദ നോസോകോമിയൽ ഇൻഫെക്ഷൻസ്. കേട്ടോ, എപ്പിഡെമോളജി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? എപ്പിഡെമോളജി പൊതുവെ പകർച്ചവ്യാധികളെയാണ് നമ്മൾ പറയുന്നത്, അല്ലെ? നോസോകോമിയൽ ഇൻഫെക്ഷൻ അത്തരത്തിലുള്ള ഒരു എന്താണ് പകർച്ചവ്യാധികൾ തന്നെയാണ്, അല്ലെ? ഇൻഫെക്ഷൻസ് ആണ്. അപ്പൊ അത്തരത്തില് നോസോകോമിയൽ ഇൻഫെക്ഷൻസിനൊക്കെ ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള എപ്പിഡെമോളജിക്കൽ മോണിറ്ററിംഗ് പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുക. എപ്പിഡെമോളജിക്കൽ മോണിറ്ററിംഗ് പ്രോഗ്രാം എന്ന് പറഞ്ഞാല് നമ്മൾ ഈ പറയുന്ന ഹോസ്പിറ്റലിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഇൻഫെക്ഷൻസുകള്, ഇത്തരത്തിലുള്ള എന്താണ് പകർച്ചവ്യാധികള്, അതിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് നമ്മൾ കളക്ട് ചെയ്യുക. കൃത്യമായിട്ട് അതിന്റെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാം, അതിനെ അനലൈസ് ചെയ്യാം, അനലൈസ് ചെയ്തിട്ട് അതിനനുസരിച്ച് അതിനെ പ്രിവെന്റ് ചെയ്യുന്നതിനുള്ള പ്ലാനിങ്ങുകളും മറ്റുമൊക്കെ തയ്യാറാക്കാം. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ, എപ്പിഡെമോളജിക്കൽ മോണിറ്ററിംഗ് പ്രോഗ്രാം, അല്ലെ? ഇപ്പൊ നമ്മുടെ കോഴിക്കോട് നിപ്പ വൈറസ് വന്നിരുന്നു. ആ നിപ്പ വൈറസ് വന്നപ്പോ കൃത്യമായിട്ടുള്ള മോണിറ്ററിംഗ് പ്രോഗ്രാമിലൂടെയാണ് അതിനെ കൺട്രോൾ ചെയ്തത്, ആണല്ലോ, അല്ലെ? ആ ഒരു കോഴിക്കോട് വിട്ട് മറ്റൊരു ജില്ലയിലേക്കും ആ ഒരു രോഗം വന്നില്ല, അല്ലെ? അത്രയും കൺട്രോൾ ചെയ്ത് കൃത്യമായിട്ട് അതിന്റെ റൂട്ടും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കി അതിനനുസരിച്ചുള്ളൊരു പ്രിവെന്റീവ് പ്ലാനിങ്ങുകളൊക്കെ തയ്യാറാക്കിയിട്ടാണ് അത് നടത്തിയത്. അതുകൊണ്ടാണ് ആ ഒരു രോഗത്തിനെ നമുക്ക് അവിടെ വെച്ച് തന്നെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റിയത്, അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലേക്കും കൂടെ വ്യാപിക്കുമായിരുന്നു. അപ്പൊ ആ ഒരു രീതിയിൽ നോസോകോമിയൽ ഇൻഫെക്ഷൻസിനായിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു എപ്പിഡെമോളജിക്കൽ മോണിറ്ററിംഗ് പ്രോഗ്രാമുകൾ ഓർഗനൈസ് ചെയ്യുക. ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അതിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്ത് അതിനെ അനലൈസ് ചെയ്ത് കൃത്യമായിട്ട് ഹെൽത്ത് ഡാറ്റകൾ തയ്യാറാക്കി പ്രിവെന്റീവ് മെഷേഴ്സ് ഒക്കെ പ്ലാൻ ചെയ്യുന്ന ആ ഒരു രീതിയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അങ്ങനെയുള്ള പരിപാടികൾ കൃത്യമായിട്ട് സംഘടിപ്പിക്കാം. അതൊരു ഇൻഫെക്ഷൻ കൺട്രോൾ ടീം ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, എന്താണ് ഓർഗനൈസ് an epidemiological monitoring program for the nosocomial infections. മൂന്നാമത്തെ പോയിന്റ് ഇതാണ്, participate with the pharmacy to develop a program, supervise the use of anti-infection drugs. അതാണ് പറയുന്നത്, participate with the pharmacy. ഇതിനു വേണ്ടിയിട്ടാണ് to develop a program, supervise the use of anti-infection drugs, അല്ലെ? അതായത് നമ്മള് ആന്റി ഇൻഫെക്ഷൻ ഡ്രഗ്സുകളുടെ ഉപയോഗത്തില് സൂപ്പർവൈസ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യാൻ ഫാർമസിയുമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യും, ഫാർമസിയുമായിട്ട് ചേർന്ന് സഹകരിച്ച് പ്രവർത്തിക്കുക. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? നമ്മൾ പ്രിവെന്റീവ് മെഷേഴ്സ് പഠിച്ചല്ലോ, 8 പോയിന്റ് നമ്മൾ പറഞ്ഞില്ലേ? അതിനകത്ത് ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത് ഓർമ്മയുണ്ടോ? സാനിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടൊരു പോയിന്റ് നമ്മൾ പറഞ്ഞിരുന്നു, അല്ലെ? അതിനകത്ത് കൃത്യമായിട്ടുണ്ട് നമ്മൾ ഏതൊരു ഹോസ്പിറ്റലിലും ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു കൃത്യമായുള്ള ഒരു സാനിറ്റേഷൻ പ്രോട്ടോകോൾ അവിടെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ആ ഒരു സാനിറ്റേഷൻ പ്രോട്ടോകോൾ ഫോളോ ചെയ്തത് കൊണ്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻഫെക്ഷൻ നമുക്ക് പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്തുകൂടെ നമ്മൾ ചെയ്യണം? ചിലപ്പോൾ നമുക്ക് ആന്റിബയോട്ടിക്സോ അല്ലെങ്കിൽ ആന്റി മൈക്രോബിയൽ ഡ്രഗ്സും കൂടെ നമ്മൾ കഴിക്കേണ്ടി വരും, അല്ലെ? അപ്പൊ നമ്മൾക്ക് ആ ഒരു അസുഖം ബാധിച്ചു കഴിഞ്ഞാല്, നമ്മുടെ ശരീരത്തിലോട്ട് ആ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാല് അതിന് മാറ്റണമെങ്കിൽ നമ്മൾ മരുന്ന് കഴിക്കേണ്ടതായിട്ട് വരും, അല്ലെ? അപ്പൊ അത്തരത്തില് ഈ മരുന്നുകൾ തരുന്നത് ഫാർമസി ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ. അതുകൊണ്ട് ഇത്തരം ആന്റി ഇൻഫെക്ഷൻ ഡ്രഗ്സുകളുടെ ഉപയോഗത്തില് മേൽനോട്ടം വഹിക്കുന്നതിന് ഈ പറയുന്ന ഫാർമസിയുമായിട്ട് കൂടെ സഹകരിച്ച് പ്രവർത്തിക്കേണ്ടതും ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിന്റെ ഉത്തരവാദിത്തം. ആ ഒരു ഫാർമസിയുടെ കൂടെ ഒരു കോപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഇൻഫെക്ഷനെ നല്ല രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഫാർമസി ടു ഡെവലപ്പ് എ പ്രോഗ്രാം ദാറ്റ് സൂപ്പർവൈസ് ദ യൂസ് ഓഫ് ആന്റി ഇൻഫെക്ഷൻ ഡ്രഗ്സ് കേട്ടോ. ആന്റി ഇൻഫെക്ഷൻ ഡ്രഗുകളുടെ ഉപയോഗത്തിന് മേൽനോട്ടം വഹിക്കുന്നതിനുമായിട്ട് ഫാർമസിയുമായിട്ട് ചേർത്ത് സഹകരിച്ച് പ്രവർത്തിക്കേണ്ടതും ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിന്റെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, നാലാമത്തെ പോയിന്റ് ഇതാണ്, മേക്ക് ഷുവർ ദാറ്റ് patient care practices are appropriate to the level of patient risk. കേട്ടോ, ശ്രദ്ധിക്കാം. Make sure that patient care practices are appropriate to the level of patient risk. അതായത് ഓരോ രോഗിയുടെയും റിസ്കിന് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള എന്താണ് ചികിത്സാ നടപടിക്രമങ്ങളാണ് അവർക്ക് കൊടുക്കുന്നുള്ളത് എന്ന് ഉറപ്പാക്കേണ്ടതും ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിന്റെ ഉത്തരവാദിത്വമാണ്.
അതാണ് പറഞ്ഞത്, ഓരോ രോഗിയുടെയും റിസ്കിനനുസരിച്ചുകൊണ്ട് അല്ലെ, അവരുടെ അപകട നിലയ്ക്ക് അനുസരിച്ച് അതിനനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള എന്താണ് ചികിത്സാ നടപടിക്രമങ്ങളാണ് അവർക്ക് കൊടുക്കുന്നത് എന്ന് ഉറപ്പാക്കേണ്ടതും ആര് തന്നെയാണ്? ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിന്റെ ഉത്തരവാദിത്വമാണ്. ഇപ്പൊ നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ചപ്പോ നമ്മൾ പറഞ്ഞു അല്ലെ, ഇൻഫെക്ഷൻ നോസോകോമിയൽ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുള്ള റിസ്ക് ആയിട്ടുള്ള ചില പേഷ്യൻസും സാഹചര്യങ്ങളും നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. അതിനകത്ത് നമ്മൾ പറയുന്നത് വയസ്സായ ആളുകൾ, പ്രത്യേകിച്ച് എന്താണ് 70 വയസ്സിന് മുകളിലൊക്കെ പ്രായമുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഈ പറയുന്ന അസുഖം വരാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലെ, ചെറുപ്പക്കാരെക്കാൾ കൂടുതലാണ്. കാര്യം എന്താണ്? അവർക്ക് ഇമ്മ്യൂണിറ്റി ഒക്കെ കുറവായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ അവർക്ക് അതിനനുസരിച്ചുള്ള ചികിത്സാ നടപടിക്രമങ്ങൾ വേണം നമ്മൾ കൊടുക്കണം. ഒരു 30 വയസ്സായിട്ടുള്ള ഒരാളും ഒരു 70 വയസ്സിന് മുകളിലായിട്ടുള്ള ഒരാളും എടുക്കുകയാണെങ്കിൽ 70 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് ഈ പറയുന്ന ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് റിസ്ക് കൂടുതലാണ്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റുകളായിരിക്കണം അവർക്ക് കൊടുക്കേണ്ടത് അല്ലെ. ഒരു 30 വയസ്സുള്ള ആൾക്ക് കൊടുക്കേണ്ടതായിരിക്കില്ല നമ്മളൊരു 70 വയസ്സുള്ള ആൾക്ക് കൊടുക്കേണ്ടതായിട്ട് വരാം. അങ്ങനെ ചിന്തിച്ചാൽ മതി. അവിടെ അതാണ് ഉദ്ദേശിക്കുക, ഓരോ പേഷ്യന്റിലെ റിസ്കിന് അനുസരിച്ച് അവർക്ക് അനുയോജ്യമായിട്ടുള്ള ചികിത്സാ നടപടിക്രമങ്ങൾ തന്നെയാണ് അവർക്ക് കൊടുക്കുന്നത് എന്ന് ഉറപ്പാക്കേണ്ടതും ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയല്ലോ പറഞ്ഞത്. അഞ്ചാമത്തെ പോയിന്റ് ഇതാണ്, check the efficacy of the methods of disinfection and sterilization and the efficacy of systems. എഫിക്കസി അല്ലെങ്കിൽ എഫിഷ്യൻസി കേട്ടോ. എഫിക്കസി എന്ന് പറഞ്ഞ വാക്കുണ്ട് കേട്ടോ. എഫിഷ്യൻസി തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, കാര്യക്ഷമത എന്നുള്ള അർത്ഥമാണ്. അതായത് നമ്മുടെ ഹോസ്പിറ്റൽസിന് ഈ പറയുന്ന ഡിസ്ഇൻഫെക്ഷൻ, സ്റ്റെറിലൈസേഷൻ അങ്ങനെയുള്ള മെത്തേഡുകളുടെയൊക്കെ കാര്യക്ഷമത കൃത്യമായിട്ട് വിലയിരുത്തുക, കൃത്യമായിട്ട് പരിശോധിക്കുക അല്ലെ. നമ്മൾ പ്രിവെന്റീവ് മെഷേഴ്സിൽ പഠിച്ചതാണ് അല്ലെ. ഡിസ്ഇൻഫെക്ഷൻ അല്ലെ പഠിച്ചില്ലേ, യൂസ് ഓഫ് ആന്റി മൈക്രോബിയൽ ഡ്രഗ്സ് ഡിസ്ഇൻഫെക്റ്റന്റ് ആയിട്ട് സൂക്ഷിക്കാം, സ്റ്റെറിലൈസേഷൻ ചെയ്യാം. അങ്ങനെയുള്ള പ്രിവെന്റീവ് മെഷേഴ്സുകളൊക്കെ കൃത്യമായിട്ട് അതിന്റെ കാര്യക്ഷമത വിലയിരുത്തുക അല്ലെ. ഹോസ്പിറ്റലിൽ ശരിയായിട്ടുള്ള രീതിയിൽ ഇത്തരത്തിലുള്ള പ്രിവെന്റീവ് മെഷേഴ്സുകളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടോ, അത് കൃത്യമായ റൂട്ടിൽ ഫോളോ ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് വിലയിരുത്തണം അല്ലെ. അത് ഇൻഫെക്ഷൻ കൺട്രോൾ ടീം ചെയ്യണം. അല്ലാണ്ട് പ്രിവെന്റീവ് മെഷേഴ്സ് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല, അത് ശരിയായിട്ടുള്ള റൂട്ടിൽ നടത്തി പോകുന്നുണ്ടോ, കൃത്യമായിട്ട് അവിടെ ഹോസ്പിറ്റലിൽ പാലിക്കപ്പെടുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ അതിന്റെ എഫിഷ്യൻസി ഒക്കെ നല്ല രീതിയിൽ ചെക്ക് ചെയ്ത് കൊണ്ടുവരുന്നത് ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് കേട്ടോ. ആറാമത്തെ പോയിന്റ് ഇതാണ്, ഡെവലപ്ഡ് ടു എൻഹാൻസ് hospital cleanliness, taking part in development and provision of teaching programs for the medical, nursing and associated health personnel as well as other categories of staff. എന്താണ് പറയുന്നത്? അതായത് നമ്മുടെ ഹോസ്പിറ്റലില് മെഡിക്കൽ സ്റ്റാഫുകള്, അതുപോലെ തന്നെ നഴ്സിംഗ് സ്റ്റാഫുകള്, മറ്റ് അനുബന്ധ മെഡിക്കൽ ജീവനക്കാര് അല്ലെ, മറ്റു വിഭാഗ ജീവനക്കാരൊക്കെ ഉണ്ട് അല്ലെ, അവർക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതിനായിട്ട് എന്ത് ചെയ്യുക? അത്തരം പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുക അല്ലെ. പങ്കെടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഹോസ്പിറ്റലിന്റെ ഈ പറയുന്ന സാനിറ്റേഷൻ, അതായത് മീൻസ് ക്ലീൻലിനെസ്, ശുചിത്വ പ്രവർത്തനങ്ങളൊക്കെ എന്താണ് നല്ല രീതിയിൽ എൻഹാൻസ് ചെയ്യും. എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മുടെ ഹോസ്പിറ്റലിന്റെ ശുചിത്വ പ്രവർത്തനങ്ങളെ നമുക്ക് എന്ത് ചെയ്യണം? എൻഹാൻസ് ചെയ്യണം, വർദ്ധിപ്പിക്കണം അല്ലെ. അതിനാവശ്യമായിട്ട് മെഡിക്കൽ സ്റ്റാഫുകൾക്കും അവിടുത്തെ നഴ്സുകൾക്കും അതുപോലെ അവിടുത്തെ മറ്റ് മെഡിക്കൽ ജീവനക്കാർക്ക് ആവശ്യമായിട്ട് പരിശീലന പരിപാടികൾ കൊടുക്കുക അല്ലെ. അവർക്ക് വേണ്ട ഗൈഡ് ലൈൻസ് കൊടുക്കുക, അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുക, അവർക്ക് വേണ്ട പരിശീലന പരിപാടികളൊക്കെ നടത്തുന്നതിനായിട്ടുള്ള പ്രോഗ്രാമുകളൊക്കെ കണ്ടക്ട് ചെയ്ത് അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അല്ലെ. അതൊക്കെ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിന്റെ ഉത്തരവാദിത്തമാണ്. കാര്യം നമുക്കറിയാം, ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞത് അതൊരു വിഭാഗക്കാരുടെ മാത്രം റെസ്പോൺസിബിലിറ്റി അല്ല അല്ലെ. ഹോസ്പിറ്റലിലെ എല്ലാ സ്റ്റാഫുകളും അതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം, അവർക്ക് അതിന് വേണ്ട പരിശീലനങ്ങൾ കൊടുക്കണം. അങ്ങനെയുള്ള പരിശീലന പരിപാടികളിൽ പങ്കാളിത്തം വഹിച്ചുകൊണ്ട് നമ്മുടെ ഹോസ്പിറ്റലിന്റെ ശുചിത്വ പ്രവർത്തനങ്ങളെ നല്ല രീതിയിൽ എൻഹാൻസ് ചെയ്യേണ്ടതും ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഡെവലപ്ഡ് ടു എൻഹാൻസ് ഹോസ്പിറ്റൽ cleanliness, taking part in development and provision of teaching programs. Teaching program എന്ന് ഉദ്ദേശിക്കുന്നത് അവർക്ക് വേണ്ട പരിശീലന പരിപാടികൾ കൊടുക്കുക കേട്ടോ. For the medical, nursing and associated health personnel as well as the other categories of staff. Then seventh point ഇതാണ്, provide expert analysis and leadership assistance for the smaller institutions. Then provide expert analysis and leadership assistance for the smaller institutions.
അതായത് ചെറിയ ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ ചെറിയ ഹോസ്പിറ്റൽസുകളൊക്കെ ഉണ്ടായിരിക്കില്ലേ, ചെറിയ ഹോസ്പിറ്റലുകൾ, ക്ലിനിക്കുകൾ, റീഹാബിലിറ്റേഷൻ സെന്ററുകൾ, അങ്ങനെ ഹെൽത്ത് ഫീൽഡിൽ വരുന്ന മറ്റു പല സ്മോളർ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അവർക്ക് ഈ പറയുന്ന ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എക്സ്പേർട്ട് അനാലിസിസ്, അവർക്ക് വേണ്ടിയിട്ടുള്ള വിദഗ്ധ പരിശീലനങ്ങൾ, അതുപോലെ നേതൃത്വ സഹായം ഒക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടതും ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിന്റെ ഉത്തരവാദിത്വമാണ് കേട്ടോ. അപ്പൊ വലിയ ഹോസ്പിറ്റലിലൊക്കെ ഇൻഫെക്ഷൻ കൺട്രോൾ ടീം പ്രവർത്തിക്കുമ്പോൾ അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പൊ അതിനനുസരിച്ചുകൊണ്ട് സ്മോളർ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ആവശ്യമായിട്ടുള്ള അവർക്ക് വേണ്ട എന്താ പറയാ മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുക, അവർക്ക് വേണ്ട നേതൃത്വ സഹായങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാന്നുള്ളതും ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഒന്നാമത്തെ പോയിന്റ് നമ്മൾ എന്താ പറഞ്ഞത്, ഒരു ഹോസ്പിറ്റലില് ഈ പറഞ്ഞ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതിന്, വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ കൺട്രോൾ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധ ആക്ടിവിറ്റികളും മേൽനോട്ടം വഹിക്കുക, നല്ല രീതിയിൽ അതിനെ കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാം. രണ്ടാമത്തെ നമ്മൾ എന്താ പറഞ്ഞത്, നോസോകോമിയൽ ഇൻഫെക്ഷൻസ് പ്രിവെന്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള മോണിറ്ററിംഗ് പ്രോഗ്രാമുകൾ ഓർഗനൈസ് ചെയ്യുക. പിന്നെ എന്താണ്, ആന്റി ഇൻഫെക്ഷൻ ഡ്രഗ്സുകളുടെ ഉപയോഗത്തിൽ മേൽനോട്ടം വഹിക്കുന്നതിനായിട്ട് ഫാർമസിയുമായിട്ട് ചേർന്ന് സഹകരിച്ച് പ്രവർത്തിക്കുക. അതുപോലെ ഓരോ പേഷ്യന്റിന്റെയും അപകട നിരക്ക് അനുയോജ്യമാകുന്ന രീതിയിലുള്ള ചികിത്സാ നടപടിക്രമങ്ങൾ അവർക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. പിന്നെ നമ്മുടെ ഹോസ്പിറ്റലിലെ ഡിസ്ഇൻഫെക്ഷൻ, സ്റ്റെറിലൈസേഷൻ പോലെയുള്ള പ്രിവെന്റീവ് മെഷേഴ്സുകളുടെ കൃത്യമായിട്ടുള്ള എഫിഷ്യൻസി, കാര്യക്ഷമത വിലയിരുത്തുക. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, ഈ പറയുന്ന ഹോസ്പിറ്റലിന്റെ ഈ പറയുന്ന ക്ലീൻലിനെസ് വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ആവശ്യമായിട്ട് മെഡിക്കൽ നഴ്സിംഗ് സ്റ്റാഫുകൾക്ക് വേണ്ട പരിശീലന പരിപാടികളൊക്കെ കണ്ടക്ട് ചെയ്യുക, അതിൽ പങ്കാളിത്തം വഹിക്കുക. അതോടൊപ്പം തന്നെ സ്മോളർ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ആവശ്യമായിട്ടുള്ള വിദഗ്ധ നിർദ്ദേശങ്ങളും നേതൃത്വ സഹായങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. ഇതാണ് ആരുടെ ഉത്തരവാദിത്തം വരുന്നത്, ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിന്റെ റോളായിട്ട് വരുന്നത്. ഓക്കെ ആണോ? പോയിന്റുകൾ ക്ലിയർ ആണോ നിങ്ങൾക്ക്? 7 പോയിന്റുകൾ ഓക്കെ ആണോ? മനസ്സിലായോ? മനസ്സിലായില്ലേ? ഏതെങ്കിലും പോയിന്റ് ആർക്കെങ്കിലും ക്ലിയർ അല്ലാണ്ടുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കണം കേട്ടോ, പറഞ്ഞുതരാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ ഒരു ചാപ്റ്റർ നമുക്ക് ഇത്രേ പഠിക്കാനുള്ളൂ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്സുകളാണ് കേട്ടോ. അതിന് ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല, പക്ഷെ നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ നമ്മളത് ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ മെയിൻ ഭാഗങ്ങൾ കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പഠിച്ചത് നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്താണ്, അതിന്റെ മറ്റു പേരുകളൊക്കെ പഠിക്കണം കേട്ടോ. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ. നോസോകോമിയൽ എന്ന വാക്ക് എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്ത് വന്നത്? നോസോകോമിയോൺ എന്ന് പറയുന്ന ലാറ്റിൻ പദമാണ്. അതിന്റെ അർത്ഥം എന്താണ്? ഹോസ്പിറ്റൽ ആണ് കേട്ടോ. പിന്നെ നമ്മൾ പഠിച്ചത് ടൈം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അഡ്മിഷന് ശേഷം 48 മണിക്കൂറിനുള്ളിലും ഡിസ്ചാർജിന് ശേഷം 3 ദിവസത്തിനുള്ളിലുമാണ് ഇത്തരം രോഗലക്ഷണങ്ങൾ വരുന്നതെങ്കിൽ അത് നോസോകോമിയൽ ഇൻഫെക്ഷൻ ആണ്. ഇനി നമ്മൾ പൊതുവെ കണ്ടുവരുന്ന നോസോകോമിയൽ ഇൻഫെക്ഷൻസ് എന്തൊക്കെയാണ്? കുറച്ച് ലിസ്റ്റ് ചെയ്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ സിംറ്റംസുകൾ, ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പിന്നെ നോസോകോമിയൽ ഇൻഫെക്ഷന്റെ സോഴ്സുകൾ ഏതൊക്കെയാണ്? ഓക്കെ, സോഴ്സുകള്. പിന്നെ ഈ ഇൻഫെക്ഷൻ വരാൻ റിസ്ക് ഉള്ള സാഹചര്യങ്ങള്, റിസ്ക് ഉള്ള പേഷ്യൻസ് ആരൊക്കെയാണ്? പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 5 മോഡ്സ് ഓഫ് ട്രാൻസ്മിഷൻ ആണ്. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 5 മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഉണ്ട്. ഓർക്കുന്നുണ്ടല്ലോ, കോണ്ടാക്ട് ട്രാൻസ്മിഷൻ, ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ, എയർബോൺ ട്രാൻസ്മിഷൻ, വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ, കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ നമ്മൾ പ്രിവെന്റീവ് മെഷേഴ്സ് ആയിട്ട് 8 പോയിന്റുകൾ പഠിച്ചിട്ടുണ്ട്. 8 ആണ്. ആ 8 പോയിന്റുകൾ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. അത് ഓർത്ത് വെക്കാം. പിന്നെ ഇൻഫെക്ഷൻ കൺട്രോൾ ടീം എന്താണ്, അതിന്റെ ചെയർപേഴ്സൺ ആരാണ്, സെക്രട്ടറി ആരാണ്, അവരുടെ റോളുകൾ എന്തൊക്കെയാണ്. ഇത്രയേ ഉള്ളൂ അതിനകത്ത് പഠിക്കാനായിട്ട്. എളുപ്പമാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്സുകളാണ്. നമ്മൾ പ്രിവെന്റീവ് മെഷർ പറഞ്ഞപ്പോ അതിലൊരു സ്റ്റെപ്പാണ് ഹാൻഡ് വാഷിംഗ് അല്ലെ. നമ്മൾ പറഞ്ഞു സിംപിൾ മോസ്റ്റ് പ്രൈം പ്രിവെന്റീവ് മെഷർ ആയിട്ടാണ് നമ്മൾ ഹാൻഡ് വാഷിങ്ങിനെ പറയുന്നത് അല്ലെ. നമുക്കൊരു വലിയ ചെലവൊന്നുമില്ല അല്ലെ. നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് എന്നും ഫോളോ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മാർഗമാണ് അല്ലെ ഹാൻഡ് വാഷ് ചെയ്യാൻ പറ്റുന്നത്. നമുക്കറിയാം, നമ്മൾ കോവിഡ് ഒക്കെ സമയത്ത് കറക്റ്റ് ആയിട്ട് ഹാൻഡ് വാഷിങ്ങും മറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. തോന്നിയ രീതിയിലുള്ള ഒരു ഹാൻഡ് വാഷിംഗ് അല്ല, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിലാണ് നമ്മളത് ചെയ്യേണ്ടത് അല്ലെ. ഇനി ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, നമ്മളത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് അസുഖം വരുന്നതിന്റെ ഫ്രീക്വൻസി കുറയും നമുക്ക് കേട്ടോ. അപ്പൊ പിന്നെ മാത്രമല്ല, ആ ഒരു സമയത്ത് ആണെങ്കിലും നമ്മുടെ
കുട്ടികളുടെ സ്കൂളിൽ നിന്നൊക്കെ സയൻസ് എക്സിബിഷനും മറ്റുമൊക്കെ നടത്തുന്ന സമയത്ത് ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് പ്രത്യേക ടോപ്പിക് ഒക്കെ എടുത്ത് ചെയ്തവരുണ്ട്. എന്നുവെച്ചാൽ അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് അതിനകത്ത്. അപ്പൊ ജസ്റ്റ് നമുക്ക് അതൊന്ന് വായിച്ച് നിങ്ങളത് നിങ്ങളുടെ പ്രാക്ടിക്കൽ ലൈഫിൽ അത് നടത്തണം കേട്ടോ, ചെയ്യണം. അപ്പൊ ഇവിടെ കുറച്ച് പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. ആ പോയിന്റുകളുടെ ഓർഡറിലല്ല കേട്ടോ ഈ ചിത്രം വ്യത്യാസമുണ്ട് കേട്ടോ. പിക്ചറിലെ ഓർഡറിലൊന്നും അല്ല അവിടെ കൊടുത്തേക്കുന്നത്. രണ്ടും നമുക്ക് പറയാം കേട്ടോ, ജസ്റ്റ് വായിച്ചാൽ മതി. ഫസ്റ്റ് വൺ എന്താണ്? ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് സൊല്യൂഷൻ യു ടേക്ക് ഇൻ യുവർ ഹാൻഡ്സ്. ആവശ്യത്തിനനുസരിച്ചുള്ള സൊല്യൂഷൻ നമ്മുടെ കയ്യിൽ എടുക്കുക അല്ലെ. സോപ്പ് സൊല്യൂഷനോ എന്താന്ന് വെച്ചാൽ എടുക്കുക, ഹാൻഡ് വാഷോ എങ്ങനെയാന്ന് വെച്ചാൽ എടുക്കുക. ദെൻ എന്താണ് പറയുന്നത്? റബ്ബ് പാം ടു പാം വിത്ത് ഫിംഗേഴ്സ് ഇന്റർലോക്ക് കേട്ടോ. ഓക്കെ, നിങ്ങളുടെ 8 സ്റ്റെപ്സ് ഇട്ടാണ് 11 അല്ലെ. റബ്ബ് പാം ടു പാം വിത്ത് ഫിംഗേഴ്സ് ഇന്റർലോക്ക് കേട്ടോ. രണ്ടാമത്തെ സ്റ്റെപ്പ് ശരിക്കും പറയുന്നത് ഏതിലാണെന്ന് അറിയാമോ? 4ാമത്തെ ചിത്രത്തിലാണ് പറയുന്നത് കേട്ടോ. 4ാമത്തെ ചിത്രം നിങ്ങൾ കണ്ടോ? ആ സ്റ്റെപ്പാണ് ഇവിടെ 2ാമത്തെ പോയിന്റ് ആയിട്ട് കൊടുത്തിരുന്നത്. റബ്ബ് പാം ടു പാം വിത്ത് ഫിംഗേഴ്സ് ഇന്റർലോക്ക് എന്ന് പറഞ്ഞ സ്റ്റെപ്പ് ഉണ്ടല്ലോ, അത് 4ാമത്തെ പിക്ചറിലാണ് കിടക്കുന്നത് കേട്ടോ. കണ്ടോ നിങ്ങൾ 4ാമത്തെ പിക്ചർ? ഇങ്ങനെ ചെയ്യുന്നതാണ് ഉദ്ദേശിക്കുന്നത്. റബ്ബ് പാം ടു പാം വിത്ത് ഫിംഗേഴ്സ് ഇന്റർലോക്ക് കേട്ടോ. ഈ രീതിയിൽ വാഷ് ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, പിന്നെ പറയുന്നത് റബ്ബ് ബാക്ക് ഓഫ് ദ ഫിംഗേഴ്സ് ടു ഓപ്പോസിറ്റ് പാംസ് വിത്ത് ഇന്റർലേസ് കേട്ടോ. 3ാമത്തെ പോയിന്റ് വരുന്നത് ശരിക്കും 6ാമത്തെ പിക്ചർ 5ാമത്തെ പിക്ചറിലാണ് കേട്ടോ. ഈ 5ാമത്തെ പിക്ചർ ഉണ്ടല്ലോ, ഓക്കെ, അതിനകത്താണ് വരുന്നത് കേട്ടോ 3ാമത്തെ പോയിന്റ്. ഓക്കെ, റബ്ബ് ബാക്ക് ഓഫ് ദ ഫിംഗേഴ്സ് ടു ഓപ്പോസിറ്റ് പാംസ് വിത്ത് ഇന്റർലേസ്. ഇങ്ങനെ വാഷ് ചെയ്യില്ലേ, ഈ രീതിയിൽ വാഷ് ചെയ്യില്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അടുത്തത് റൊട്ടേഷണൽ റബ്ബിംഗ് ഓഫ് റൈറ്റ് തമ്പ് ഗ്രിപ്പ്ഡ് വിത്ത് ലെഫ്റ്റ് തമ്പ് ആൻഡ് വൈസ് വെർസ. ഓക്കെ, 4ാമത്തെ പോയിന്റ് ഏത് ചിത്രാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? 6ാമത്തെ പിക്ചർ ആണ്. 6ാമത്തെ കേട്ടോ. 6ാമത്തെ പിക്ചർ കണ്ടോ? അതാണ് പറയുന്നത് റൊട്ടേഷണൽ റബ്ബിംഗ് ഓഫ് റൈറ്റ് തമ്പ്. ഇങ്ങനെ നമ്മൾ വാഷ് ചെയ്യില്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. റൊട്ടേഷണൽ റബ്ബിംഗ് ഓഫ് റൈറ്റ് തമ്പ് ഗ്രിപ്പ്ഡ് വിത്ത് ലെഫ്റ്റ് തമ്പ് ആൻഡ് വൈസ് വെർസ കേട്ടോ. പിന്നെ പറയുന്നത് അടുത്തത് റൊട്ടേഷണൽ റബ്ബിംഗ് ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് വിത്ത് ക്ലാസ്പ്ഡ് ഫിംഗർ ഓഫ് റൈറ്റ് ഹാൻഡ് ഇൻ ലെഫ്റ്റ് പാം ആൻഡ് കോൺട്രവൈസ് കേട്ടോ. അതായത് ഈ ഒരു പോയിന്റ് പറയുന്നത് 2, 3, 4, 5 അല്ലെ. 5ാമത്തെ പോയിന്റ് വരുന്നത് എത്രാമത്തെ പിക്ചറിലാണെന്ന് അറിയാമോ? ഈ പിക്ചറാണ് കേട്ടോ. 7th പിക്ചറാണ് കേട്ടോ. റൊട്ടേഷണൽ റബ്ബിംഗ് ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് വിത്ത് ക്ലാസ്പ്ഡ് ഫിംഗർ ഓഫ് റൈറ്റ് ഹാൻഡ് ഇൻ ലെഫ്റ്റ് പാം ആൻഡ് കോൺട്രവൈസ് കേട്ടോ. ഓക്കെ, ഇതിലാണ് വരുന്നത് 5ാമത്തെ പിക്ചർ. ഓക്കെ, അതിനകത്താണ് വരുന്നത് കേട്ടോ. ഇങ്ങനെ നമ്മൾ വാഷ് ചെയ്യില്ലേ, അതാണ് പറയുന്നത് കേട്ടോ. അടുത്തത് റബ്ബ് ബോത്ത് റിസ്റ്റ് റൊട്ടേഷൻ. റിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈത്തണ്ടയാണ് കേട്ടോ. അതിന്റെ പിക്ചർ അവിടെ കൊടുത്തിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ. റബ്ബ് ബോത്ത് റിസ്റ്റ് റൊട്ടേഷണലി. നമ്മളിങ്ങനെ റിസ്റ്റുകളില്ലേ, നമ്മുടെ കൈത്തണ്ട, ആ ഭാഗവും നമ്മൾ വാഷ് ചെയ്യണം കേട്ടോ. പിന്നെ റബ്ബ് നെയിൽസ് ബൈ യൂസിങ് എ സോഫ്റ്റ് ബ്രഷ്. നമ്മുടെ നഖങ്ങൾ അതിൽ അടുക്കിരിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ഭാഗങ്ങളാണ്. അവിടെ നമ്മൾ ചെറിയ ബ്രഷ് ഉപയോഗിച്ച് നല്ലപോലെ റബ്ബ് ചെയ്യണം. ഓക്കെ, അതിന്റെ പിക്ചർ അവിടെ കൊടുത്തിട്ടില്ല കേട്ടോ. Then wash hands properly. നല്ലപോലെ വാഷ് ചെയ്യുക. ക്ലോസ് വാട്ടർ ടാപ്സ് വിത്ത് എൽബോ ആൻഡ് ഡ്രൈ ഹാൻഡ്സ് തറോ കേട്ടോ. നമ്മൾ കൈയൊക്കെ വാഷ് ചെയ്തിട്ട് അതേ കൈ കൊണ്ട് നമ്മൾ ടാപ്പ് അടയ്ക്കേണ്ടതാണ്. ഓക്കെ, നമ്മുടെ എൽബോ അല്ലെ, കൈ വെച്ച് നമ്മുടെ എന്താ പറയാ ടാപ്പ് നമ്മൾ ക്ലോസ് ചെയ്യുക. ഡ്രൈ ദ ഹാൻഡ്സ് തറോ കേട്ടോ. നമ്മുടെ കൈ നല്ലപോലെ ഡ്രൈ ചെയ്യാം. ഓക്കെ, അറിയാം. പിക്ചർ ജസ്റ്റ് നമുക്കൊന്ന് വായിക്കാം കേട്ടോ. അതെ, 1ാമത്തെ പിക്ചർ നല്ല 0. ഓക്കെ, ഹാൻഡ്സ് വിത്ത് വാട്ടർ. കൈകൾ നമ്മൾ നനയ്ക്കുക. അപ്ലൈ ഇനഫ് സോപ്പ് ടു കവർ ഓൾ ഹാൻഡ്സ് സർഫേസസ് അല്ലെ. നമ്മൾ ഹാൻഡ് വാഷ് എടുക്കുക, അല്ലെങ്കിൽ സോപ്പ് സൊല്യൂഷൻ എടുക്കുക. റബ്ബ് ഹാൻഡ്സ് പാം ടു പാം, അറിയാലോ, പാം ടു പാം. ഓക്കെ, ഇങ്ങനെ വാഷ് ചെയ്യുക. Then right palm over left dorsum with the interlaced fingers and vice versa. ഇങ്ങനെ വാഷ് ചെയ്യില്ലേ, നമ്മൾ ഈ രീതിയിൽ വാഷ് ചെയ്യുക കേട്ടോ. Then palm to palm with the fingers interlaced. ഇങ്ങനെ വാഷ് ചെയ്യുക. Then backs of fingers to opposing palms with the fingers interlaced. ഇങ്ങനെയൊക്കെ നമ്മൾ നല്ലപോലെ വാഷ് ചെയ്യുക. Then rotational rubbing of left thumb clasped in right palm and vice versa. ഈ രീതിയിൽ വാഷ് ചെയ്യില്ലേ, ഇങ്ങനെ വാഷ് ചെയ്യുക. Rotational rubbing backward and forwards with the clasped fingers of right hand and left palm and vice versa. ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ഇങ്ങനെ വാഷ് ചെയ്യുക കേട്ടോ. Then rinse hands with water. നല്ലപോലെ വെള്ളം ഒഴിച്ച് കഴുകുക. Dry thoroughly with a single towel. അങ്ങനെ ടവലോ കോട്ടണോ തുണി ഉപയോഗിച്ച്, ക്ലീൻ ആയിട്ടുള്ള തുണി ഉപയോഗിച്ച് കൈ നല്ലപോലെ ഡ്രൈ ചെയ്യുക. യൂസ് ടവൽ ടു ടേൺ ഓഫ് ഫോസറ്റ്. ഇത് പറയുന്നത് അത് നമ്മൾ ടാപ്പ് കൂട്ടാനായിട്ട്
ഒന്നില്ലെങ്കിൽ നമ്മൾ ഒരു ടവൽ യൂസ് ചെയ്യുക കേട്ടോ. നമ്മൾ വൃത്തിയാക്കി കൈ വെച്ച് പിന്നെ നമ്മൾ ടാപ്പ് കൂട്ടണ്ട. ഇവര് ഒന്നില്ലെങ്കിൽ എൽബോ വെച്ച് അല്ലെങ്കിൽ നമ്മൾ ടവൽ ഉപയോഗിച്ച് ക്ലോസ് ചെയ്യുക. നൗ യുവർ ഹാൻഡ്സ് ആർ സേഫ്. ഓക്കെ, അപ്പൊ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിലാണ് നമ്മളിവിടെ ഹാൻഡ് വാഷ് ചെയ്യുന്നത്. വെറുതെ ചുമ്മാ ഇങ്ങനെ ഒരു കഴുകലല്ല അല്ലെ, നമ്മൾ ഒത്തിരി സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു രീതിയിലൂടെയാണ് നമ്മളിവിടെ ഹാൻഡ് വാഷ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ പഠിച്ചിരിക്കണം, നിങ്ങൾ ഇതുപോലെ ചെയ്യണം കേട്ടോ. ഓക്കെ, അത്രയേ ഉള്ളൂ ഇതിനകത്ത്. വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും വരാനില്ല, നിങ്ങളത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ ഈ ചാപ്റ്റർ? ഓക്കെ, പുതിയൊരു ചാപ്റ്റർ നമുക്ക് തുടങ്ങാം കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ള ഒരു കുഞ്ഞു ചാപ്റ്റർ ആണ് കേട്ടോ. വലിയ ചാപ്റ്റർ എടുത്തിട്ട് കുഞ്ഞു ചാപ്റ്ററിലോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ഇനി നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റർ ഇതാണ്, ഡയറ്ററി സർവീസസ് ആണ് കേട്ടോ. ഓക്കെ, ഡയറ്ററി സർവീസസ്. ഓക്കെ, ഇത് എത്രാമത്തെയാണ് നിങ്ങളുടെ എത്രാമത്തെ ചാപ്റ്റർ ആയിട്ട് കിടക്കണെന്നൊന്ന് മെൻഷൻ ചെയ്യോ? എത്രാമത്തെ ചാപ്റ്റർ ആണ്, പേജ് നമ്പർ ആണെന്ന് ഒരാളൊന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ. ചാപ്റ്റർ നമ്പർ 7 ആണ് അല്ലെ. പേജ് നമ്പർ പറഞ്ഞു കേട്ടോ. പേജ് നമ്പർ എല്ലാവർക്കും എടുത്തു വെക്കാലോ. പേജ് നമ്പർ 41. ഓക്കെ, അപ്പൊ നിങ്ങളുടെ 41 ആണ് കേട്ടോ. പേജ് നമ്പർ 41 ആണ്. 7th ചാപ്റ്റർ കേട്ടോ. മൊഡ്യൂൾ 2ലെ 7th ചാപ്റ്റർ ആണ് ഡയറ്ററി സർവീസസ്. എടുത്തു വെച്ചോ കേട്ടോ. എളുപ്പമുള്ള ചാപ്റ്റർ ആണ് കേട്ടോ, സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ. ഓക്കെ, പഠിക്കാം നമുക്കെന്ന്. ഡയറ്ററി സർവീസസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, ഭക്ഷണ സേവനങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത്. ഓക്കെ, ഇത് ഏത് ഡിപ്പാർട്ട്മെന്റിനകത്ത് വരുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണോ അതോ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണോ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ആണോ? ഏത് ഡിപ്പാർട്ട്മെന്റിനകത്താണ് ഡയറ്ററി സർവീസ് വരുന്നത്? ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് പറഞ്ഞേ? ഏത് ഡിപ്പാർട്ട്മെന്റിനകത്താണ് വരുന്നത്? സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്. വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. ശരണ്യ, ആതിര, ബൻഷീര, ഷെഫ്ന, സനു, നസീഹ, നിമിഷ, മാലിനി, കറക്റ്റ് ആണ് കേട്ടോ. സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിനകത്താണ് വരുന്നത്. ഡയറ്ററ്റിക്സ് എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ വായിച്ചു പോയത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഓക്കെ, അപ്പൊ ഡയറ്ററി സർവീസിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കുറെ കാര്യങ്ങളാണ് അല്ലെ. നമുക്കറിയാം നമ്മൾക്ക് നല്ലൊരു ആരോഗ്യം നിലനിർത്തുന്നതിലും അതുപോലെ നമ്മുടെ ആരോഗ്യം നശിപ്പിക്കുന്നതിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പങ്ക് വഹിക്കുന്ന ആളാണിത് നമ്മുടെ ഫുഡ്, ഡയറ്റ് അല്ലെ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? നമ്മുടെ ആരോഗ്യം നിലനിർത്തുന്നതിന് മാത്രമല്ല നമ്മുടെ ആരോഗ്യം നശിപ്പിക്കുന്നതിലും പ്രധാന പങ്ക് വഹിക്കുന്ന ആളാണ് ഡയറ്റ് എന്ന് പറയുന്നത് അല്ലെ. ഡയറ്റ് അല്ലെ, ഭക്ഷണത്തിന് അത്രയേറെ പ്രാധാന്യം അല്ലെ. ഒന്നില്ലെങ്കിൽ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് നമ്മൾ ശരിയായ രീതിയിലുള്ള ഒരു ഹെൽത്ത് ഡയറ്റ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഹെൽത്ത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഇനി അതല്ല, നമ്മളൊരു മോശം ഫുഡ് സ്റ്റൈലാണെങ്കിൽ, ശരിയല്ലാത്ത രീതിയിലുള്ള ഒരു ഡയറ്റ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ അത് നമ്മളെ ഒത്തിരി അസുഖങ്ങളിലേക്ക് നയിക്കും. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് അല്ലെ. പണ്ടത്തെ പോലെയല്ലല്ലോ. പണ്ടെന്നൊക്കെ പറയുമ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ഫുഡുകളാണ് കൂടുതൽ എന്ന് പറയും. ഇന്നത്തെ അത്ര എന്താ പറയാ വിഭവങ്ങളോ കാര്യങ്ങളോ ഒന്നും പണ്ട് കാലത്ത് ഉണ്ടായിരുന്നില്ല. അതിനുള്ള സാമ്പത്തിക ശേഷിയും ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആരോഗ്യം ഉണ്ടായിരുന്നു അല്ലെ. കൂടുതലും കൃഷിയിലൂടെ ഒക്കെ ഉണ്ടാക്കുന്ന ഭക്ഷണമൊക്കെയാണ് എല്ലാവരും കഴിച്ചിരുന്നത്. അപ്പൊ നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു. വലിയ എന്താ പറയാ വിഷമുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് അങ്ങനെയാണോ? ഇത് കൂടുതലും ജങ്ക് ഫുഡ്സുകൾ അല്ലെ. ഒത്തിരി ഫുഡ് എന്ന് പറയുമ്പോൾ അത്രയും എന്താ പറയാ പല ടൈപ്പ് ഓഫ് ഫുഡുകൾ ഇന്നിപ്പോ അവൈലബിൾ അല്ലെ. ഓക്കെ, അപ്പൊ നമ്മള് ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത് ഡയറ്ററി സർവീസുകളാണ്. അപ്പോൾ ഡയറ്ററി സർവീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഒരു ക്യാൻറ്റീൻ എന്നുള്ള രീതിയിൽ കാണരുത്. ഇത് ശരിക്കും ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് എടുക്കണം കേട്ടോ. നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ടാണ് നമ്മൾ ഡയറ്ററി സർവീസസ് പഠിക്കുന്നത്. അപ്പൊ ഡയറ്റീഷ്യൻ ആരാണ്? ഓക്കെ, ആരാണ് ഒരു ഡയറ്റീഷ്യൻ? നമ്മൾ ഫാർമസിയിൽ അറിഞ്ഞപ്പോ ഫാർമസിസ്റ്റിന്റെ റോളിനെ പറ്റി പഠിച്ചു. അതുപോലെ ഡയറ്ററി സർവീസ് പഠിക്കുമ്പോൾ ഡയറ്റീഷ്യൻ ആരാണ്, അദ്ദേഹത്തിന്റെ റോൾ എന്താണ്, അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ പൊതുവെ നമ്മൾ ഒരു ഡയറ്ററി സർവീസിൽ വരുന്ന സ്റ്റാഫിങ്ങിനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അത്രയേ ഉള്ളൂ, ചെറിയൊരു ചാപ്റ്റർ ആണ് കേട്ടോ. ഓക്കെ, നമുക്ക് വായിക്കാം കേട്ടോ. ഇൻട്രൊഡക്ഷൻ വായിക്കാം. ഹോസ്പിറ്റൽ ഡയറ്ററി സർവീസസ് is a service that meets the needs of patients coming from outside. Inpatient given nutrition recommendations and food counseling based on their needs while taking their disease kind and nature into consideration. Okay, നമുക്കറിയാവുന്ന കാര്യമാണ്. എന്താണ് ഡയറ്ററി സർവീസ് എന്നാണ് പറയുന്നത് കേട്ടോ. ഡയറ്ററി സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്ന ഔട്ട് പേഷ്യൻസ് അല്ലെ. ഔട്ട് പേഷ്യൻസിന് മാത്രമല്ല ഇൻ പേഷ്യൻസിനും അല്ലെ, അവിടെ അഡ്മിറ്റ് ആവുന്ന പേഷ്യൻസിനും
എന്താണ് അവരുടെ ആവശ്യകതകൾ നിലനിർത്തിയുമുണ്ട്, അല്ല അവരുടെ നീഡ്സിനെ മാനിച്ചുകൊണ്ട്, എന്നാൽ അവരുടെ രോഗത്തിന്റെ തരം മനസ്സിലാക്കിയിട്ടും, അല്ലെ അവരുടെ രോഗത്തിന്റെ നേച്ചർ മനസ്സിലാക്കിയിട്ടും എന്താണ് അവർക്ക് ആവശ്യമായിട്ടുള്ള പോഷകാഹാര ശുപാർശകളും അതുപോലെ തന്നെ ഫുഡ് കൗൺസിലിംഗ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിലെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്, അല്ലെ. ഡയറ്ററി സർവീസ് എന്ന് പറഞ്ഞാൽ അതാണ്, അല്ലെ. ഒരു ഹോസ്പിറ്റലിൽ വരുന്ന ഔട്ട് പേഷ്യൻസിനും അതുപോലെ തന്നെ ഇൻ പേഷ്യൻസും ഉണ്ട്, അല്ലെ. അഡ്മിറ്റ് ആവുന്ന പേഷ്യൻസ് ഉണ്ട്. അപ്പൊ അവരുടെ ആവശ്യകതകൾ മുൻനിർത്തിയിട്ടുണ്ട്. എന്നാൽ എന്താണ് അവരുടെ അസുഖത്തിന്റെ നേച്ചറും മനസ്സിലാക്കിയിട്ട് അവർക്ക് ആവശ്യമുള്ള പോഷകാഹാര ശുപാർശകളും ഫുഡ് കൗൺസിലിംഗും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇതെന്ന് പറയുന്നത് ഡയറ്ററി സർവീസസ്. ഓക്കെ, നമുക്കറിയാവുന്ന കാര്യമാണ്, അല്ലെ. നമുക്കറിയാം എല്ലാവർക്കും എല്ലാ ഭക്ഷണവും ചിലപ്പോൾ കഴിക്കാൻ പറ്റിയെന്ന് വരില്ല, അല്ലെ. ഇപ്പൊ പല ആളുകൾക്ക് അസുഖം വരുമ്പോ അവര് അതിനനുസരിച്ച് ഷുഗർ ഉള്ള ആളാണെങ്കിൽ, പ്രമേഹമുള്ള ആളാണെങ്കിൽ മധുരം അധികം കഴിക്കാൻ പറ്റുമോ? മധുരം കഴിക്കാൻ പറ്റില്ല. കൊളസ്ട്രോൾ ഉള്ള ആളുകളുണ്ട്, അല്ലെ. അവരെ സംബന്ധിച്ച് അവർക്ക് അധികം ഫാറ്റുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുകയാണ് നല്ലത്. അതുപോലെ തന്നെ ഇപ്പൊ BP ഉള്ള പേഷ്യൻസ് ഉണ്ട്, അല്ലെ. ബ്ലഡ് പ്രഷർ ഉള്ള ആളുകളാണെങ്കിൽ അവർ ഈ അച്ചാറ്, പപ്പടം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവർ ഒഴിവാക്കേണ്ടതായിട്ട് വരും. വൃക്ക തകരാറുകളുള്ള പേഷ്യൻസ് ഉണ്ട്, അവര് ഫോളോ ചെയ്തത് വേറൊരു സ്പെഷ്യൽ ഡയറ്റ് ആണ്. കാർഡിയക് ഇഷ്യൂസ് ഉള്ള പേഷ്യൻസ് ഉണ്ട്, അവര് ഫോളോ ചെയ്തത് പ്രത്യേക ഡയറ്റ് ആണ്. എല്ലാവർക്കും എല്ലാ ഫുഡൊന്നും ചിലപ്പോ കഴിക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല. അപ്പൊ അവരുടെ ആവശ്യകതകൾ നമ്മൾ മാനിക്കണം, എന്നാൽ അവരുടെ അസുഖത്തിന്റെ നേച്ചർ നമ്മൾ അവിടെ കണക്കിലെടുക്കണം, അല്ലെ. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു പോഷകാഹാര ശുപാർശകൾ കൊടുക്കുക. അതോടൊപ്പം അവർക്ക് ഫുഡ് കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യാം. ഇതിനെ നമ്മളിങ്ങനെ ഫുഡ് കൗൺസിലിംഗ് കൊടുക്കുന്നത്, അപ്പൊ അവരുടെ രോഗത്തെ പറ്റി മനസ്സിലാക്കിയിട്ട് ഏത് രീതിയിലുള്ള ഭക്ഷണമാണ് അവരുടെ ലൈഫിൽ ഫോളോ ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു കൗൺസിലിംഗ് അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. ചില ആളുകൾക്ക് അത് പറയുമ്പോൾ ഇഷ്ടപ്പെടില്ല, അല്ലെ. ചില ആളുകളെ സംബന്ധിച്ച് അവരുടെ അസുഖത്തിന്റെ നേച്ചർ ഒന്നും മനസ്സിലാക്കില്ല. നമുക്ക് പല ഭക്ഷണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടായിരിക്കും, നമ്മളത് കഴിക്കേണ്ട വേണ്ട എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷെ എന്താണ് നമ്മൾ അവരുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് അവർക്ക് ഫുഡ് കൗൺസിലിംഗ് കൂടെ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അത്യാവശ്യമാണ്, അല്ലെ. അങ്ങനെയുള്ള സേവനങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ആര്, ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കൂ, ഇറ്റ് ഈസ് ദ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ഹോസ്പിറ്റൽ സപ്പോർട്ടിംഗ് സർവീസ് അസിസ്റ്റിംഗ് ഇൻ ദ റീസ്റ്റോറേഷൻ ഓഫ് ഹെൽത്ത് ത്രൂ ദ ഡയറ്റ്സ് ക്രിയേറ്റഡ് യൂസിംഗ് ദ സയൻസ്. അതായത് വേറൊന്നല്ല അവിടെ പറയുന്നത്, സയൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഭക്ഷണക്രമത്തിലൂടെ എന്ന് പറഞ്ഞാൽ വളരെ സയന്റിഫിക് ആയിട്ടുള്ള രീതിയിൽ ഒരു ഭക്ഷണക്രമം നമ്മൾ ഫോളോ ചെയ്തുകൊണ്ട് ആളുകളുടെ ആരോഗ്യം റീസ്റ്റോർ ചെയ്യാനായിട്ട്, അല്ലെ, വീണ്ടെടുക്കുന്നതിന് സഹായിക്കുന്ന ഒരു സപ്പോർട്ടിംഗ് സർവീസ് ആണ്. സെയിം കാര്യം തന്നെയാണ് പറയുന്നത് കേട്ടോ. സപ്പോർട്ടിംഗ് സർവീസ് ആണ് ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെന്താണ്, എഡ്യൂക്കേറ്റിംഗ് ദ പേഷ്യൻസ് who are receiving the treatment at the hospital regarding the use and benefit of various foods and healthy diet, അല്ലെ. അതോടൊപ്പം തന്നെ എന്താണ്, ഹോസ്പിറ്റലില് ട്രീറ്റ്മെന്റ് എടുക്കുന്ന പേഷ്യൻസ് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാം. ദാറ്റ് മീൻസ് നമ്മൾ നേരത്തെ പറഞ്ഞാണ് അവർക്ക് വേണ്ട ഫുഡ് കൗൺസിലിംഗും മറ്റും പ്രൊവൈഡ് ചെയ്യാം, അല്ലെ. ഇതിനെ പറ്റിയിട്ടാണ് റിഗാർഡിംഗ് ദി യൂസ് ആൻഡ് ബെനിഫിറ്റ് ഓഫ് വാരിയസ് ഫുഡ്സ് ആൻഡ് ഹെൽത്തി ഡയറ്റ്, അല്ലെ. വിവിധ ഭക്ഷണങ്ങളെ പറ്റിയിട്ട്, അല്ലെ, ഭക്ഷണക്രമത്തിനെ പറ്റിയിട്ട്, ഓരോ ഭക്ഷണങ്ങളെ ഏത് രീതിയിൽ നമ്മളത് ഉപയോഗിക്കണം, ഏത് രീതിയിൽ നമ്മൾ എന്തൊക്കെയാണ് അതിന്റെ അഡ്വാൻറ്റേജസ്, ഒരു ഹെൽത്തി ഡയറ്റ് എന്താണ് എന്നതിനെ പറ്റിയിട്ടൊക്കെ അവർക്ക് ആവശ്യമായിട്ടുള്ള എന്ത് കൊടുക്കുക, നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുക. അതൊക്കെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ റോളിൽ വരുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി എന്താണ് ഹെൽത്തി ഡയറ്റ് എന്നുള്ളത് അവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്താണ് ഹെൽത്തി ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് കണ്ടെയ്ൻസ് ആഡിക്വേറ്റ് അമൗണ്ട്സ് ഓഫ് ഓൾ ദ നെസസറി ന്യൂട്രിയൻസ് റിക്വയർഡ് ഫോർ ദ ഹെൽത്തി ഗ്രോത്ത് ആൻഡ് ആക്ടിവിറ്റി, അല്ലെ. നമ്മുടെ ആരോഗ്യകരമായിട്ടുള്ള ഒരു വളർച്ചയ്ക്കും പ്രവർത്തനത്തിനും ആവശ്യമായിട്ടുള്ള എല്ലാ പോഷകങ്ങളും ശരിയായിട്ടുള്ള അളവിൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണം, അല്ലെ. വെറുതെ കുറെ പോഷകങ്ങൾ കൊണ്ട് നിറച്ചുകൊണ്ട് മാത്രമല്ല കാര്യമില്ല, നമ്മുടെ ആരോഗ്യകരമായിട്ടുള്ള ഒരു വളർച്ചയ്ക്കും നമ്മുടെ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായിട്ടുള്ള എല്ലാ പോഷകങ്ങളും ശരിയായ അളവിൽ, അല്ലെ, ശരിയായ അളവിൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണത്തിനെയാണ് നമ്മൾ ഹെൽത്തി ഡയറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ന്യൂട്രീഷ്യസ് ഡയറ്റ് ഇസ് വൺ that promotes or maintains good health. അറിയാലോ, ഒരു ന്യൂട്രീഷ്യസ് ഡയറ്റ്, അല്ലെ, ഒരു പോഷക ആഹാരം എന്ന് പറഞ്ഞാല് എന്താണ്, നമുക്ക് ഒരു നല്ലൊരു ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യുന്ന, നല്ലൊരു ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു എന്താ പറയാ ഡയറ്റ് ആണ്, അല്ലെ, ന്യൂട്രീഷ്യസ് ഡയറ്റ്. ഒന്നുമില്ല അതിനകത്ത്. നിങ്ങൾക്ക് എന്താണ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളത് ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുക, അത്രേ വേണ്ടൂ കേട്ടോ. ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ വെറും നമുക്ക് ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല, അങ്ങനെ മാത്രം നിങ്ങൾ ചിന്തിക്കരുത്.
അവരുടെ ആവശ്യകതകൾ മനസ്സിലാക്കുക, അവരുടെ അസുഖത്തിന്റെ നേച്ചറും അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് അവർക്ക് വേണ്ട പോഷകാഹാര ശുപാർശകളും അതുപോലെ ഫുഡ് കൗൺസിലിംഗ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിലെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെ ഒരു ഐഡിയ ആണ് മനസ്സിലുണ്ടാവുന്നത്. അതായത് വെറുതെ അവർക്ക് കുറച്ച് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാന്ന് മാത്രമല്ല, ഒത്തിരിയേറെ സേവനങ്ങൾ കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്തതാണ് ഒബ്ജക്റ്റീവ്സ് കേട്ടോ. ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? അത് പോയിന്റുകൾ, എളുപ്പമുള്ള പോയിന്റുകളാണ്, അറിഞ്ഞിരിക്കുക കേട്ടോ. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്: ടു പ്രൊവൈഡ് ന്യൂട്രീഷ്യസ്, delicious and healthy meals while retaining a high standard hygiene, production, delivery, sanitation to all the patients. എന്താണ് പറയുന്നത്? അതായത് വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള, വളരെ പോഷകപ്രദവും രുചികരവുമായിട്ടുള്ള ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണം എല്ലാ രോഗികൾക്കും പ്രൊവൈഡ് ചെയ്യാം. എങ്ങനെ പ്രൊവൈഡ് ചെയ്യണമെന്നാ പറയുന്നത്? while retaining a high standard hygiene, പ്രൊഡക്ഷൻ, ഡെലിവറി ആൻഡ് സാനിറ്റേഷൻ, അല്ലെ? വളരെ ഉയർന്ന നിലവാരമുള്ള ഒരു ശുചിത്വം അതുപോലെ തന്നെ ഉറപ്പാക്കിക്കൊണ്ട്, അല്ലെ, വളരെ ഉയർന്ന നിലവാരത്തിലുള്ള ഹൈ സ്റ്റാൻഡേർഡ് ഹൈജീൻ ഉറപ്പാക്കിക്കൊണ്ട്, ഏറ്റവും നല്ല ഒരു വിതരണം, അല്ലെ, വിതരണം അതുപോലെ ശുചിത്വം ഒക്കെ ഉറപ്പാക്കിക്കൊണ്ട് ഏറ്റവും പോഷകപ്രദവും രുചികരവും ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണം എല്ലാ രോഗികൾക്കും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം, അല്ലെ? തോന്നിയ രീതിയിലല്ല, അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കണം, അതോടൊപ്പം ഏറ്റവും ശുചിത്വം, അല്ലെ, ഏറ്റവും ഹൈജീനിക് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ വേണം അവർക്ക് വേണ്ട ഫുഡുകൾ തയ്യാറാക്കാനും വിതരണം ചെയ്യാനും ഒക്കെ കേട്ടോ. ആ രീതിയിൽ കൊടുക്കുക എന്നുള്ളതാണ് ഡയറ്ററി സർവീസിന്റെ ഡിപ്പാർട്ട്മെന്റ് പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഇവാലുവേഷൻ ആൻഡ് ഡയറ്റ് പ്ലാനിങ്. അറിയാലോ, ഇവാലുവേഷൻ ആൻഡ് ഡയറ്റ് പ്ലാനിങ്. അതായത് ഓരോ രോഗിയുടെയും ആ രോഗാവസ്ഥ കൃത്യമായിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ട്, ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള അസുഖങ്ങളും ഓരോ തരത്തിലുള്ള ഹെൽത്ത് സ്റ്റാറ്റസ് ആയിരിക്കും. അപ്പൊ അത് കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള നല്ലൊരു ഡയറ്റ് പ്ലാനിങ് തയ്യാറാക്കി കൊടുക്കാൻ, അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണക്രമം അത് നല്ല രീതിയിൽ അവർക്ക് പ്ലാൻ ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷൻ ആണ് കേട്ടോ. ഫംഗ്ഷൻ മീൻസ് അവരുടെ ഒബ്ജക്റ്റീവ്സ് ആണ്, ലക്ഷ്യങ്ങളാണ് കേട്ടോ. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് കാൽക്കുലേറ്റിംഗ് കലോറി നീഡ്സ് ആൻഡ് ന്യൂട്രീഷണൽ കെയർ പ്ലാൻ. ഇതാണ് പറയുന്നത് കാൽക്കുലേറ്റിംഗ് കലോറി നീഡ്സ് ആൻഡ് ന്യൂട്രീഷണൽ കെയർ പ്ലാൻ, അല്ലെ? കൃത്യമായിട്ടുള്ള കലോറി ആവശ്യകതകൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പോഷകാഹാര ആസൂത്രണങ്ങളൊക്കെ നടത്തുക, അല്ലെ? കലോറി നീഡ്സുകൾ മനസ്സിലാക്കിക്കൊണ്ട്, അല്ലെ, ഓരോരുത്തരുടെയും കലോറി ആവശ്യകതകൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക, അതിനനുസരിച്ചുള്ള ഒരു പോഷകാസൂത്രണങ്ങൾ അവർക്കായിട്ട് കൊടുക്കുക, അല്ലെ? കലോറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ വണ്ടി, അല്ലെ, ഇപ്പൊ ഒരു വാഹനം ഓടാനായിട്ട് പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ എന്ന് പറയുന്ന ഒരു ഇന്ധനം ആവശ്യമാണ്. എന്നതുപോലെ നമ്മുടെ മനുഷ്യന്റെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഇന്ധനമാണിത് കലോറി എന്ന് പറയുന്നത്, അല്ലെ? ഇപ്പൊ വണ്ടിക്ക് ഓടണമെങ്കിൽ പെട്രോളും ഡീസലും വേണ്ടേ? എന്നതുപോലെ നമ്മുടെ മനുഷ്യന്റെ ശാരീരികമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇന്ധനമാണിത് കലോറി എന്ന് പറയുന്നത്, അല്ലെ? എല്ലാ ഭക്ഷണത്തിലും ഒരേ അളവിലുള്ള കലോറിയാണോ അടങ്ങിയിരിക്കുന്നത്? അല്ല, വ്യത്യാസമുണ്ട്, അല്ലെ? നമുക്കറിയാം, നമ്മൾ ഒരുപാട് നമ്മുടെ ശരീരത്തിനകത്ത് തന്നെ നമ്മള് എന്താ പറയാ, നമ്മുടെ ഹാർട്ട് മിടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പല ആക്ടിവിറ്റീസുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ ആവശ്യമായിട്ടുള്ള കാലറി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നുണ്ട്. എക്സ്ട്രാ വരുന്ന കാലറി, അല്ലെ, ഇന്നത്തെ കാലത്താണെങ്കിൽ പണ്ടത്തെ പോലെയല്ല, നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുപാട് കാലറി നമ്മുടെ ശരീരത്തിനകത്തോട്ട് ചെല്ലുന്നുണ്ട്. അപ്പോ ശരിക്കും പറഞ്ഞ് അത്യാവശ്യം വേണ്ട പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാലറി അതിൽ നിന്ന് കിട്ടും, നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് കിട്ടും. ബാക്കി എക്സ്ട്രാ വരുന്ന കാലറി എന്ന് പറയുന്നത് അത് കൊഴുപ്പായിട്ടാണ് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്നത്. എക്സ്ട്രാ വരുന്ന, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അന്നന്ന് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കാലറി അന്നന്ന് തന്നെ ഉപയോഗിച്ച് തീർക്കണം എന്നുള്ളതാണ് അതിന്റെ ഒരു ശരിയായിട്ടുള്ള രീതി. അങ്ങനെയാണ് നമ്മൾ എത്ര കലോറി ഉള്ള ഭക്ഷണം കഴിക്കുന്നുണ്ടോ അത്രയും കലോറി നമ്മൾ അന്ന് തന്നെ ഉപയോഗിച്ച് തീർക്കണം എന്നുള്ളതാണ് അതിന്റെ ഒരു ശരിയായിട്ടുള്ള രീതി. അങ്ങനെയാണ്, എങ്കിൽ മാത്രമേ നമ്മൾ എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുള്ളൂ. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയാണോ? അല്ല, നമ്മൾ ഒരുപാട് ഫുഡ് കഴിക്കുന്നുണ്ട്, അല്ലെ? എല്ലാവരുടെ കാര്യം എന്താ പറഞ്ഞത്? എന്നാലും ഫുഡ് ഒരുപാട് കഴിക്കുന്നുണ്ട്. അപ്പൊ ആവശ്യത്തിൽ കൂടുതൽ കലോറി നമ്മുടെ ശരീരത്തിനകത്തോട്ട് ചെയ്യുന്നുണ്ട്. നമ്മളാണെങ്കിലോ അധികം വലിയ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഇന്നത്തെ കാലത്ത് ആരും ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം, അല്ലെ? പണ്ടത്തെ പോലെയാണോ? അല്ല. അപ്പൊ ചെറിയ ഫിസിക്കൽ ആക്ടിവിറ്റീസിനുള്ള കലോറിയൊക്കെ ബോഡി ഭക്ഷണത്തിന് കിട്ടും. ബാക്കി ഫുള്ളും എക്സ്ട്രാ വരുന്നതാ. ബാക്കി വരുന്ന കലോറി മുഴുവൻ കൊഴുപ്പായിട്ട് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടും. അങ്ങനെ അടിഞ്ഞുകൂടുമ്പോൾ അത് നമുക്ക് പല വിധത്തിലുള്ള അസുഖങ്ങൾ നമുക്ക് വരുത്തും. അതുകൊണ്ടാണ് പറഞ്ഞത് അന്നത്തെ കഴിക്കുന്ന കലോറി അന്നത്തെ തന്നെ ഉപയോഗിച്ച് തീർക്കാൻ നല്ലത്.
അല്ലെ? ഇപ്പൊ നമ്മൾ അങ്ങനെ വലിയ ശാരീരികമായിട്ടുള്ള ആക്ടിവിറ്റീസോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. ഒരുപാട് ഭക്ഷണം കഴിക്കും. അതുകൊണ്ടാണ് ആൾക്കാർ വന്നത്. ഒന്നില്ലെങ്കിൽ ഡയറ്റ് കൺട്രോൾ ചെയ്യുക, നമ്മൾ ഡയറ്റ് എടുക്കുന്നതിനനുസരിച്ചുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മൾ ചെയ്യണം. ആ കാലറി കത്തിച്ച് കളയാനുള്ള ആക്ടിവിറ്റി നമ്മൾ ചെയ്യണം. പക്ഷെ ഇന്ന് അങ്ങനെയല്ലല്ലോ. കൂടുതലും ജോലി അങ്ങനത്തെ നേച്ചറാണ്. ചില രീതിയിൽ നിന്നുള്ള ജോലിയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ജോലിയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പലർക്കും വലിയ ഫിസിക്കൽ എക്സസൈസുകളോ കാര്യങ്ങളോ ഒന്നും ആരും തന്നെ ചെയ്യുന്നില്ല. അപ്പൊ അതൊക്കെ നമുക്ക് എന്താ പറയാ, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പണ്ടത്തെ ആൾക്കാരെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പണ്ടത്തെ ആൾക്കാർ ഇപ്പം വയസ്സായ ആൾക്കാരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് എല്ലാവരും ഇപ്പൊ അടുക്കളയിലാണെങ്കിലും ഒരുപാട് പണികൾ ഉണ്ടാവും. അമ്മിയിലരക്കലും ആട്ടുകല്ലിലരക്കലും അതുപോലെ വിറക് കുത്തിക്കീറലും ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് എന്ന് പറയുമ്പോൾ നല്ല നല്ല ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് അവിടെ എനർജി പോകുന്നുണ്ട്. പക്ഷെ ഇന്നെന്ന് പറയുമ്പോൾ അങ്ങനെയല്ലല്ലോ. ആ കാര്യം അടുക്കളയിൽ പണി ഉണ്ടെങ്കിലും നമ്മുടെ ശരീരം അനങ്ങിക്കൊണ്ടുള്ള പണികൾ വളരെയധികം കുറവാണ്. അതുകൊണ്ടാണ് ഈ വയറ് ചാടുന്നതും നമുക്ക് ഒത്തിരി ഫാറ്റ് വരുന്നതൊക്കെ അതുകൊണ്ടാണ്. ഡയറ്റ് കൺട്രോൾ ചെയ്യുക. ഡയറ്റ് എടുത്തോ, നിങ്ങൾ അതിനനുസരിച്ച് എന്ത് ചെയ്യണം, ഫിസിക്കൽ ആക്ടിവിറ്റികൾ ചെയ്യും കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ആരോഗ്യ പ്രശ്നം വരും. അതാണ് ഇവിടെ പറയുന്നത്. കൃത്യമായിട്ടുള്ള കലോറി ആവശ്യം എല്ലാവർക്കും ഒരേ അളവിൽ വേണ്ട. നന്നായിട്ട് അധ്വാനിക്കുന്ന ആൾക്കാരാണെങ്കിൽ നന്നായിട്ട് കാലറി അവർക്ക് ആവശ്യം വരും. ഈ വലിയ അധ്വാനം ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് അധികം കലോറി ഒന്നും ആവശ്യമില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ ഓരോരുത്തരുടെയും കലോറി ആവശ്യകതകൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള പോഷകാഹാര ആസൂത്രണങ്ങൾ ചെയ്യാന്നുള്ളതും ഈ പറയുന്ന ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് കേട്ടോ. പിന്നെ വരുന്നത് ഒരേ പോയിന്റ് ഒക്കെ തന്നെയാണ് ഏകദേശം പറയുന്നത് കേട്ടോ. പേഴ്സണലൈസ്ഡ് ന്യൂട്രീഷണൽ അസിസ്റ്റൻസ് ഫോർ ദ പേഷ്യൻസ്. രോഗികൾക്ക് വ്യക്തിഗതമായിട്ട് തന്നെ അവർക്ക് ന്യൂട്രീഷണൽ അസിസ്റ്റൻസുകൾ കൊടുക്കുക കേട്ടോ. അവർക്ക് എന്ത് ഭക്ഷണം കഴിക്കണം, എന്ത് ഡയറ്റ് ആണ് അവർ ഫോളോ ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ട് ഓരോ പേഷ്യൻസിന് സ്പെസിഫിക് ആയിട്ട് തന്നെ അവർക്ക് വേണ്ട പേഴ്സണൽ അസിസ്റ്റൻസ് ഒക്കെ കൊടുക്കുക. പിന്നെ വരുന്നത് OP ആൻഡ് IP ഡയറ്റ് കൗൺസിലിംഗ് ആണ് കേട്ടോ. നേരത്തെ പറഞ്ഞത് ഔട്ട് പേഷ്യൻസിനും ഇൻ പേഷ്യൻസിനും ആവശ്യമായിട്ടുള്ള ഡയറ്റ് കൗൺസിലിംഗ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. പിന്നെ പറയുന്നത് ട്രെയിനിങ് ഫോർ ദ ഐറ്റംസ് ഇൻ ഡയറ്ററ്റിക്സ്. ഒരു ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തേണ്ട ഐറ്റംസിനെ പറ്റിയിട്ട് ശരിയായിട്ടുള്ള പരിശീലനങ്ങൾ കൊടുക്കുക കേട്ടോ. ഡയറ്ററ്റിക്സിൽ, അതായത് ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തേണ്ട ഐറ്റംസുകൾ എന്തൊക്കെയാണ് അതിനെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ട്രെയിനിങ്ങുകൾ, പരിശീലനങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെയാണ് ആരുടെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്നത്, ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? എന്തൊക്കെ പോയിന്റുകളാണ് നമ്മൾ പറഞ്ഞത്? രോഗികൾക്ക് ഏറ്റവും ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ഹൈജീൻ നിലനിർത്തിക്കൊണ്ട് പോഷകപ്രദവും രുചികരവും ആരോഗ്യകരവുമായിട്ടുള്ള ഭക്ഷണങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ അവരുടെ കൃത്യമായിട്ടുള്ള രോഗാവസ്ഥ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ഡയറ്റ് പ്ലാനുകൾ തയ്യാറാക്കുക. ഓരോ രോഗികളുടെയും കലോറി ആവശ്യകതകൾ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് പോഷകാഹാര ആസൂത്രണം നടത്തുക. രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള വ്യക്തിഗത പേഴ്സണൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ ഔട്ട് പേഷ്യൻസിനും ഇൻ പേഷ്യൻസിനും ആവശ്യമായിട്ടുള്ള ഡയറ്റ് കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യുക. ഓരോ ഭക്ഷണക്രമത്തിലും എന്തൊക്കെ ഫുഡ് ഐറ്റംസുകൾ ഉൾപ്പെടുത്തണം എന്നതിനെ പറ്റിയിട്ടുള്ള പരിശീലനങ്ങൾക്ക് സ്റ്റാഫിന് കൊടുക്കുക. ഓക്കെ, ഇതൊക്കെയാണ് അവരുടെ ഒബ്ജക്റ്റീവ്സ്. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ അല്ലേ? ബോറടിക്കുന്നുണ്ടാവും അല്ലേ? അടുത്തത് കേട്ടോ. ഇനി നമ്മൾ പഠിക്കുന്നത് ഡയറ്റീഷ്യൻസിനെ പറ്റിയിട്ടാണ് കേട്ടോ. ഡയറ്റീഷ്യൻ. അപ്പോ നമ്മള് സാധാരണ ഡയറ്റീഷ്യനെ കേട്ടിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം എന്ന് പറയുന്നത് ഒരു ഹെൽത്ത് പ്രൊഫഷണൽ ആണ് കേട്ടോ. ഡയറ്റീഷ്യൻ എന്ന് പറയുമ്പോൾ ചുമ്മാ വന്നിരിക്കുന്ന ഒരാളല്ല, ഇതൊരു ഹെൽത്ത് പ്രൊഫഷണൽ ആണ് കേട്ടോ. അങ്ങനെ ഒരു വ്യക്തിയാണ് ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. Dietitians are the health professionals ideally skilled in implementing and altering good routines of an individual or population. Underline ചെയ്ത് വെച്ചാരാണ് ഡയറ്റീഷ്യൻ എന്നാണ് അതിൽ പറയുന്നത്. അതായത് ഇൻഡിവിജ്വൽസ്, വ്യക്തികളായിക്കോട്ടെ, വ്യക്തികൾ ഉൾപ്പെടുന്ന ഒരു പോപ്പുലേഷൻ ആയിക്കോട്ടെ, അവർക്ക് ഏറ്റവും ആരോഗ്യകരമായിട്ടുള്ള ഒരു റൂട്ടീൻ ഉണ്ടാക്കിയെടുക്കുന്നതിന്, അല്ലെങ്കിൽ ഒരു നല്ലൊരു ആരോഗ്യകരമായിട്ടുള്ളൊരു ജീവിത ശൈലി ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് ഐഡിയലി സ്കിൽഡ് ആയിട്ടുള്ള, അതിന് അത്രയും സ്കിൽഡ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് പ്രൊഫഷണലിനെയാണ് നമ്മൾ ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്. ഈസ് എ ഹെൽത്ത് പ്രൊഫഷണൽ തന്നെയാണ് കേട്ടോ ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കുക. എ ഡയറ്റീഷ്യൻ ഈസ് ദ വൺ who manages the preparation of therapeutic or other diets for the individuals or groups in hospitals, institutions, other establishments, and for the workers in a particular sectors.
അതായത് ഈ പറയുന്ന ഹോസ്പിറ്റൽ പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മറ്റുള്ള എസ്റ്റാബ്ലിഷ്മെന്റ്സ്, മറ്റുള്ള പെർട്ടിക്കുലർ സെക്ടേഴ്സിൽ ഒക്കെ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, അവർക്ക് ആവശ്യമായിട്ടുള്ള ഡയറ്റുകൾ പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തെറാപ്യൂട്ടിക് ഡയറ്റ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചാണെങ്കിൽ തെറാപ്യൂട്ടിക് ഡയറ്റുകളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും ഒക്കെ ആര് തന്നെയാണ്? ഒരു ഡയറ്റീഷ്യൻ ആണ് കേട്ടോ. ഓക്കെ, ഇനി നോക്കാം. ഹി ഇൻസ്ട്രക്ട്സ് ഇൻ സെലക്ഷൻ ആൻഡ് പ്രോപ്പർ പ്രിപ്പറേഷൻ ഓഫ് ഫുഡ് ആസ് പെർ ദ ഡയറ്ററ്റിക് പ്രിൻസിപ്പിൾ കേട്ടോ. അപ്പൊ കൃത്യമായിട്ടുള്ള ഡയറ്ററ്റിക് പ്രിൻസിപ്പിൾസിനെ എന്താണ് അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് അവർ ഈ പറയുന്ന ഫുഡുകളും മറ്റുമൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ. പിന്നെ മാത്രമല്ല, ഡിസ്ചാർജസ് ഡ്യൂട്ടീസ് കണക്റ്റഡ് വിത്ത് ന്യൂട്രീഷൻ പ്രോഗ്രാംസ്, അതുപോലെ ന്യൂട്രീഷൻ പ്രോഗ്രാമുകളുമായിട്ട് ബന്ധപ്പെട്ട ചുമതലകളൊക്കെ നിർവഹിക്കുക. പിന്നെ എന്താണ്? ആൻഡ് മേ ബി ലയബിൾ ഫോർ ഫുഡ് പർച്ചേസിംഗ് ഓൺ ദി ബിഹാഫ് ഓഫ് എൻ ഓർഗനൈസേഷൻ ഓർ എസ്റ്റാബ്ലിഷ്മെന്റ്. അതായത് ഈ പറയുന്ന ഹോസ്പിറ്റൽ പോലുള്ള ഒരു ഓർഗനൈസേഷന് വേണ്ടിയിട്ട് അവരെ മുൻനിർത്തിക്കൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് ഐറ്റംസുകൾ പർച്ചേസ് ചെയ്യുന്നതും ഓർഡർ ചെയ്യുന്നതും പ്രിപ്പയർ ചെയ്യുന്നതും ഇതൊക്കെ മാനേജ് ചെയ്യുന്നതും ആര് തന്നെയാണ്? ഒരു ഡയറ്റീഷ്യൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഡയറ്റീഷ്യൻ എന്ന് പറയുന്ന വ്യക്തി എന്താണ്? അദ്ദേഹം ഒരു ഹെൽത്ത് പ്രൊഫഷണൽ ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ഒട്ടേറെ സർവീസുകൾ, ഒരുപാട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഹെൽത്ത് പ്രൊഫഷണൽ ആണ് ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്. രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള തെറാപ്യൂട്ടിക് ഡയറ്റുകളൊക്കെ പ്രിപ്പയർ ചെയ്യുക. അത് മാത്രമല്ല, ശരിക്കും ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവരെ മുൻനിർത്തിക്കൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് ഐറ്റംസുകളും മറ്റും ഹോസ്പിറ്റലിന് വേണ്ടി പർച്ചേസ് ചെയ്യുന്നതും ഓർഡർ ചെയ്യുന്നതും പ്രിപ്പയർ ചെയ്യുന്നതും ഒക്കെ ആര് തന്നെയാണ്? ഒരു ഡയറ്റീഷ്യൻ ആണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയല്ലോ? ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് വാട്ട് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് എ ഡയറ്ററി മാനേജ്മെന്റ് കേട്ടോ. ഒരു ഡയറ്ററി മാനേജ്മെന്റിന്റെ പ്രാധാന്യം എന്താണ്? നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്യുന്നത്, നല്ലൊരു ഡയറ്ററി മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്നതിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. നോക്കുക, എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ക്യാൻ ബി ഒബ്റ്റെയിൻഡ് by sustaining a balanced diet and keeping in consideration to meet all the essential nutrients needed by the body. Okay, അറിയാലോ, അതായത് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഏതൊക്കെയാണ്, അതായത് നമ്മുടെ ബോഡി ആക്ടിവിറ്റീസ് നിറവേറ്റാനായിട്ട് എത്രത്തോളം ന്യൂട്രിയൻസ് നമുക്ക് ആവശ്യമാണ്, അതിനെയൊക്കെ കണക്കിലെടുത്തുകൊണ്ടും ബാലൻസ്ഡ് ഡയറ്റ് ഒക്കെ സസ്റ്റെയിൻ ചെയ്തുകൊണ്ടും നമുക്കൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡയറ്ററ്റിക്സ് എന്ന് പറയുന്നത്, അല്ലെ? ഓക്കെ, a proper meal plan helps to achieve ideal body weight and lower the risk of chronic diseases like diabetes, cardiovascular and other types of cancer. അറിയാലോ, നല്ലൊരു പ്രോപ്പർ മീൽ പ്ലാൻ, നല്ലൊരു ഡയറ്റ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ ഐഡിയൽ ബോഡി വെയിറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും. നമ്മുടെ കറക്റ്റ് ഒരു ശരീരഭാരം നമുക്ക് നിലനിർത്താനും അതുപോലെ മറ്റു പല അസുഖങ്ങൾ, പ്രത്യേകിച്ച് ക്യാൻസർ, ഡയബറ്റീസ്, ഹൃദ്രോഗങ്ങൾ, അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ അങ്ങനെയുള്ള റിസ്കുകളെയൊക്കെ നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് സാധിക്കും കേട്ടോ. അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് ഡയറ്റിന്, അല്ലെ? ഇപ്പൊ ആൾക്കാരെല്ലാവരും ഡയറ്റ് കൺട്രോളിങ്ങും എല്ലാം ചെയ്യുന്ന ഒരു ഇതാണ് കാര്യം. പണ്ടത്തെ പോലെയല്ല, ഒരുപാട് അസുഖങ്ങൾ എല്ലാവർക്കും വരുന്നത്, ചെറുപ്പക്കാർക്ക് വരെ ഇഷ്ടം പോലെ അസുഖങ്ങളാണ് അല്ലെ. കാര്യം എന്താണ്? ഈ ഡയറ്റ് ഇതിൽ വന്ന പ്രശ്നങ്ങളാണ് കേട്ടോ. ഓക്കെ, അതേസമയം നമ്മളൊന്ന് ആലോചിച്ച് നമ്മുടെ വലിയ വയസ്സായ ആൾക്കാർ ഇരിക്കുന്നുണ്ട്, അവർക്ക് നമ്മളെക്കാളും നല്ല ആരോഗ്യമില്ലേ? അവർക്ക് നല്ല ആരോഗ്യമാണ് അല്ലെ, അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതേസമയം ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്കാണ് കൂടുതൽ അസുഖങ്ങൾ, പ്രശ്നങ്ങളൊക്കെ വരുന്നത്. എന്താണ് കാര്യം? ഡയറ്റിന്റെ പ്രശ്നമാണ് കേട്ടോ. അപ്പൊ നോക്കാം, ഇനി നമുക്ക് പഠിക്കാനുള്ളത് എക്സാമ്പിൾസ് ഫോർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയറ്റ് കേട്ടോ. പലതരത്തിലുള്ള ഡയറ്റുകൾക്ക് എക്സാമ്പിളുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും എന്തിനുള്ള ഡയറ്റ് ആണെന്നുള്ളത്. ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവും കേട്ടോ. ഫസ്റ്റ് വൺ നോക്കി, കാർഡിയാക് ഡയറ്റ്. കാർഡിയാക് ഡയറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡയറ്റ് ദാറ്റ് പ്രൊമോട്ട്സ് ദ ഹാർട്ട് ഹെൽത്ത്, അല്ലെ? വേറൊരു പേരും കൂടെ പറയും കേട്ടോ, ഹാർട്ട് ഹെൽത്തി ഡയറ്റ് എന്നും പറയും കേട്ടോ. ഹാർട്ട് ഹെൽത്തി ഡയറ്റ് എന്നും പറയും കേട്ടോ. കാർഡിയാക് ഡയറ്റ് എന്നും പറയാം, ഹാർട്ട് ഹെൽത്തി ഡയറ്റ്, ദാറ്റ് മീൻസ് ഡയറ്റ് ദാറ്റ് പ്രൊമോട്ട്സ് ദ ഹാർട്ട് ഹെൽത്ത്, അല്ലെ? നമ്മുടെ ഹൃദയാരോഗ്യം പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഡയറ്റിനെയാണ് നമ്മൾ കാർഡിയാക് ഡയറ്റ് എന്ന് പറയുന്നത് കേട്ടോ. കാർഡിയാക് ഡയറ്റ് പ്രത്യേകിച്ച് ഹൃദ്രോഗമൊക്കെയുള്ള ആളുകൾ അവര് ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള ഡയറ്റ് ആണ്, അല്ലെ? കാരണം അങ്ങനെയുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ അധികം ഫാറ്റ് ഉള്ള ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ വറപൊരി സാധനങ്ങളോ അങ്ങനെയൊന്നും കഴിക്കാനായിട്ട് പാടില്ല, അല്ലെ? കാരണം ഫാറ്റ് വർദ്ധിക്കും. ഫാറ്റ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ബ്ലോക്കോ ഹാർട്ടിനൊക്കെ ഇഷ്യൂസ് ഒക്കെ വരാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ്, അല്ലെ? ഓക്കെ, അത്തരത്തിലുള്ള ഡയറ്റ് ആണ് കേട്ടോ കാർഡിയാക് ഡയറ്റ്.
റീനൽ ഡയറ്റ് എന്തായിരിക്കും? റീനൽ എന്ന വാക്ക് എന്തുമായിട്ട് ആദ്യം കിഡ്നിയാണ് അല്ലെ? ഓക്കെ, അതായത് വൃക്ക തകരാറുള്ള രോഗികൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള ഡയറ്റ് ആണ് റീനൽ ഡയറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഡയാലിസിസ് ഒക്കെ പഠിച്ചതാണ് അല്ലെ? അപ്പൊ നമുക്കറിയാം ഈ ഒരു കിഡ്നി പേഷ്യൻസ് എന്ന് പറയുമ്പോൾ അവരുടെ ബോഡി എന്ന് പറയുന്നത് ഒരുപാട് ഇംബാലൻസുകൾ ആയിരിക്കും അല്ലെ? മിനറൽസും മറ്റുള്ള ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ ഹൈലി ഇംബാലൻസ്ഡ് ആയിരിക്കും, പോരാത്തതിന് ബ്ലഡ് പ്രഷറും ഒക്കെ ഉണ്ടായിരിക്കും അല്ലെ? അപ്പൊ അവര് ആ രീതിയിലുള്ള ഒരു ഡയറ്റ് ആണ് അവര് ഫോളോ ചെയ്യുന്നത്. സോ ഇറ്റ്സ് കോൾഡ് റീനൽ ഡയറ്റ് കേട്ടോ. പിന്നെ വരുന്നത് ലോ സോഡിയം ഡയറ്റ് ആണ്. ലോ സോഡിയം ഡയറ്റ് എങ്ങനെയുള്ള ആളുകളായിരിക്കും ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കാം? അതെ അതെ, ഹൈപ്പർ ടെൻഷൻ കറക്റ്റ് ആണ് കേട്ടോ. അതിനാ ഹൈപ്പർ ടെൻഷൻ, അതായത് ബി പി ഉള്ള പേഷ്യൻസിലെ പ്രഷറുള്ള ആളുകള് അവര് ഫോളോ ചെയ്യുന്ന ഡയറ്റ് ആണ് ലോ സോഡിയം ഡയറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പ്രഷറുള്ള ആളുകളുടെ അടുത്തിട്ട് ഡോക്ടേഴ്സ് പറയില്ല അച്ചാറ് പപ്പടം അങ്ങനെ ഉപ്പിന്റെ ആവശ്യമൊക്കെ കുറയ്ക്കാൻ പറയും അല്ലെ? ലോ സോഡിയം ഡയറ്റ് ആണ് കേട്ടോ അവര് ഫോളോ ചെയ്യുന്നത്. പിന്നെ വരുന്നതാണ് സോഫ്റ്റ് ഡയറ്റ്. സോഫ്റ്റ് ഡയറ്റ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്ന വേറുമല്ല, that is easy to chew and swallow അല്ലെ? നമുക്ക് ചവയ്ക്കാനും നമുക്ക് വിഴുങ്ങാനും അതൊക്കെ എളുപ്പമുള്ള ഭക്ഷണമാണ് അല്ലെ? സോഫ്റ്റ് ഡയറ്റ് എന്ന് പറയുമ്പോൾ അത് that is less in ഫൈബർ കണ്ടന്റ് കുറവായിരിക്കും, പക്ഷെ നമുക്ക് ഈസി ആയിട്ട് ചവയ്ക്കാനും ഈസി ആയിട്ട് വിഴുങ്ങാനൊക്കെ കഴിയുന്ന സോഫ്റ്റ് ഫുഡുകൾ, സോഫ്റ്റ് ഡയറ്റ് അല്ലെ? പ്രത്യേകിച്ച് വയസ്സായ ആളുകള് അല്ലെ, അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് അവർക്ക് വിഴുങ്ങാനും ചവയ്ക്കാൻ പലതൊന്നും ഉണ്ടാവില്ല അല്ലെ? അവർക്ക് ചവയ്ക്കാനും വിഴുങ്ങാനൊക്കെ എളുപ്പമുള്ള കഞ്ഞി പോലത്തെയൊക്കെ ഭക്ഷണങ്ങളാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ എന്തെങ്കിലും എന്താ പറയാ, അത് തന്നെ അതെ കറക്റ്റ് ആണ് ജോലി. സർജറി ഒക്കെ കഴിയുമ്പോഴേ നമുക്ക് ഹെവി ഡയറ്റ് ഒന്നും കഴിക്കാൻ പറ്റില്ല. ആ ഒരു സമയത്ത് നമ്മൾ എടുക്കുന്നത് ഇത്തരത്തിലുള്ള സോഫ്റ്റ് ഡയറ്റുകളായിരിക്കും കേട്ടോ. അറിയാലോ നിങ്ങൾക്ക്. പിന്നെ ഡയബറ്റിക് ഡയറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് അറിയാലോ? നമ്മുടെ ബ്ലഡ് ഷുഗറിനെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലുള്ള അല്ലെ ഡയറ്റുകളാണ് ഡയബറ്റിക് ഡയറ്റ് എന്ന് പറയുന്നത് അല്ലെ? ഷുഗർ പേഷ്യൻസ് ഒക്കെ ഫോളോ ചെയ്യുന്നതായിട്ടുള്ള ഡയറ്റ് ആണ്. അവരെ സംബന്ധിച്ച് അവര് മധുരം കുറയ്ക്കുക മാത്രമല്ല, അതോടൊപ്പം അവര് കറക്റ്റ് സമയത്തിന് ഒരു ഫുഡ് കഴിക്കണം അല്ലെ? ഷുഗർ ആയിരുന്നിട്ടുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ അവർ കഴിക്കാതിരിക്കുകയല്ല വേണ്ടത്, കഴിക്കണം അല്ലെ? പല സമയങ്ങളിലായിട്ട് ഇടവിട്ട് അവർ കഴിക്കണം. അവരുടെ ഷുഗറിന് പ്രശ്നം വരും അല്ലെ? ഇംബാലൻസ് വരും. കറക്റ്റ് സമയത്തിനൊക്കെ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ട് വരും. ഓക്കെ, അതുപോലെ തന്നെ ഹൈ പ്രോട്ടീൻ ഡയറ്റ് പേരിൽ തന്നെ കിടപ്പുണ്ട് അല്ലെ? ഹൈ പ്രോട്ടീൻ ഡയറ്റ് എന്ന് പറയുന്നത് റിച്ച് ഇൻ പ്രോട്ടീൻസ് ആയിരിക്കും അല്ലെ? അത് തന്നെ എന്താണ് വണ്ണമില്ലാത്തവർക്ക് അതെ ഹൈ പ്രോട്ടീൻ ഡയറ്റ് അല്ലെ? പ്രത്യേകിച്ച് ബോഡി ബിൽഡേഴ്സ് ഒക്കെ ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടാകും. വീട്ടിലുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഭയങ്കര പ്രോട്ടീൻ ഡയറ്റ് ഉണ്ട്, ചിക്കനൊക്കെ എനിക്ക് കൂടുതൽ കഴിക്കുന്നുണ്ടാവും അല്ലെ? ഓക്കെ, ഹൈ പ്രോട്ടീൻ ഡയറ്റ് ആണ് കേട്ടോ. ടിഷ്യൂ റിപ്പയർ ഓക്കെ കറക്റ്റ് ആണ് കേട്ടോ. ടിഷ്യൂ റിപ്പയറിലും മറ്റുമായിട്ടാണ് നമ്മൾ ഹൈ പ്രോട്ടീൻ, പ്രത്യേകിച്ച് ബോഡി ബിൽഡേഴ്സ് ഒക്കെ കഴിക്കുന്നത് ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള ഡയറ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ അടുത്തതാണ് ലിക്വിഡ് ഡയറ്റ്. ലിക്വിഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ സോഫ്റ്റ് ഡയറ്റ് പോലെ തന്നെയാണ് കേട്ടോ. സാധാരണ നമ്മൾ റൂം ടെമ്പറേച്ചറിലൊക്കെ മെൽറ്റ് ചെയ്യുന്ന പോലത്തെ ഭക്ഷണം, ജ്യൂസുകള്, ഐസ്ക്രീമുകള്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ലിക്വിഡ് ഡയറ്റ് ആണ് അല്ലെ? ജ്യൂസുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പറയുന്ന സർജറിക്ക് ശേഷമായാലും അങ്ങനെയുള്ള ഭക്ഷണങ്ങളായിരിക്കും നമ്മൾ കൂടുതൽ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പൊ ഇതൊക്കെ പല ടൈപ്പ് ഡയറ്റുകളാണെന്നുള്ളത് ക്ലിയർ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പൊ കാർഡിയക് ഡയറ്റ് എന്താണ്? റീനൽ ഡയറ്റ്, ലോ സോഡിയം ഡയറ്റ് നമ്മൾ ബ്ലഡ് പ്രഷർ ഉള്ള ആളുകളുടെ റെക്കമെൻഡ് ചെയ്യുന്ന ഡയറ്റ് ആണ് കേട്ടോ ലോ സോഡിയം ഡയറ്റ്. അതുപോലെ സോഫ്റ്റ് ഡയറ്റ്, ഡയബറ്റിക് ഡയറ്റ്, ഹൈ പ്രോട്ടീൻ ഡയറ്റ്, അതുപോലെ തന്നെ ലിക്വിഡ് ഡയറ്റ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ കേട്ടോ. മതി, നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നത് നമ്മൾ പറഞ്ഞിട്ട് ഓർമ്മിക്കും. ഇത് ചെറിയൊരു ചാപ്റ്റർ ആണ് കേട്ടോ. നമുക്കിനി സ്റ്റാഫിന് കുറച്ച് റെസ്പോൺസിബിലിറ്റി മാത്രമേ ഇതിനകത്ത് പഠിക്കാനായിട്ടുള്ളൂ, വേറെ അധികമൊന്നുമില്ല കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ് കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇനി നമുക്ക് ക്ലാസ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ട് നമുക്ക് മെഡിക്കൽ ടെർമിനോളജി പഠിക്കാം കേട്ടോ. മെഡിക്കൽ ടെർമിനോളജി വലിയൊരു ചാപ്റ്റർ ആണ്. അതിനകത്ത് നമുക്ക് എല്ലാം പഠിക്കണ്ട, നമ്മള് എക്സാമിന് വരുന്ന ഭാഗങ്ങള് നമുക്ക് മാർക്ക് ചെയ്ത് തരാം കേട്ടോ. എക്സാമിന് വരുന്ന ഭാഗങ്ങൾ ചോദിക്കുന്ന ഇതൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത് തരാം കേട്ടോ. അപ്പൊ ടെർമിനോളജി എടുക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു പേന എപ്പോഴും ഉണ്ടായിരിക്കണം കേട്ടോ. മാർക്ക് ചെയ്യാൻ പറയുന്ന നമ്പറുകളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പൊ ശരി, നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.